ഈ അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അത് നോഹയുടെ കാലം പോലെ ഒരു കാലം, രണ്ടാമത് ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലം. നാം ഇന്ന് കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് ലോത്തിൻ്റെ കാലം. ലോത്തിൻ്റെ കാലം, സ്തോത്രം. നോക്കണമേ, ഡേയ്സ് ഓഫ് ലോട്ട്. ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലത്താണ് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സഭ ഇന്ന് ലോകത്തിൽ ആയിരിക്കുന്നത്. സോ ലോത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലൂടി വരുന്ന വേറൊരാൾ കൂടിയുണ്ട്. ആരാണ്? ലോത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിലൂടി വരുന്ന ഒരാളുടെ പേരെന്താണ്? എല്ലാവരും പറഞ്ഞു അബ്രഹാമാണ്. സ്തോത്രം, അബ്രഹാമാണ്. സോ നോർത്ത് പോളും സൗത്ത് പോളും പോലെ, ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെ, ഇതുപോലെ യൂഫ്രട്ടീസും ടൈഗ്രീസും പാരലായി ഒഴുകി വരുന്നതായ രണ്ട് നദികളാണ്. ഇതുപോലെ വേദപുസ്തകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ഒരു ഹ്യൂജ് ലിസ്റ്റ് നിങ്ങൾക്ക് പറയാൻ കൊണ്ട് കഴിയും. ഒന്ന് നന്മയുടെ ചലനവും മറ്റൊന്ന് തിന്മയുടെ ചലനവും. സ്തോത്രം. അന്ന് തിന്മയുടെ ചലനവും മറ്റൊന്ന് നന്മയുടെ ചലനവും, പാപത്തിൻ്റെ ചലനവും അതുപോലെ വിശുദ്ധിയുടെ ചലനവും, അധർമ്മത്തിൻ്റെ ചലനവും നീതിയുടെ ചലനവും. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇത് വേദപുസ്തകത്തിൻ്റെ ആരംഭ പേജുകൾ തുടങ്ങി നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിക്കും. ചിലവ മാത്രമേ ഞാൻ പറയുന്നു, ബാക്കിയുള്ളവ നിങ്ങൾക്ക് ഹോംവർക്കായി നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. ഞാൻ ഈ പഞ്ചിലേ നിൽക്കത്തുള്ളൂ. പ്രസംഗിക്കാനല്ല ഞാൻ വന്നത്, പഠിപ്പിക്കാനാണ് വന്നത്. ഒരു വശത്ത് ഇരുളുണ്ട്, മറുവശത്ത് വെളിച്ചമുണ്ടെന്നതുപോലെ രണ്ട് പാരലൽ ചലനങ്ങൾ ഇന്നും സ്തോത്രം ലോകത്തിൽ നടക്കുന്നു. വേദപുസ്തകത്തിലുള്ള ചിലത് പറയാം. ഒരു വശത്ത് ആരുണ്ട്? കയ്യീനുണ്ട്, മറുവശത്ത് ആരുണ്ട്? ഹാബേലുണ്ട്. ഒരു വശത്ത് കയ്യീനുണ്ട്, മറുവശത്ത് ഹാബേലുണ്ട്. ഒരു വശത്ത് ഇഷ്മായിലിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ഇസഹാക്കിൻ്റെ ചലനമുണ്ട്. ഇഷ്മായിലിൻ്റെ ചലനമുണ്ട്, ഇസഹാക്കിൻ്റെ ചലനമുണ്ട്. ഒരു വശത്ത് യാക്കോബിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ഇസ്രായേലിൻ്റെ ചലനവുമുണ്ട്. അത് ഒറ്റ വ്യക്തിയാണ്. സ്തോത്രം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഒറ്റ വ്യക്തിയാണെങ്കിലും സ്തോത്രം. ഒരു യാക്കോബ് എന്ന് പറയുന്നവൻ കാർണലാണ്, ഇസ്രായേൽ എന്ന് പറയുന്നവൻ സ്പിരിച്വലാണ്. അതെ, സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്നവൻ ജഡീകനാണ്, സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്നവൻ അവൻ ആത്മീയനാണ്. സെയിം തിങ്. സ്തോത്രം. ഒരു വശത്ത് ഏശാവിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് യാക്കോബിൻ്റെ ചലനമുണ്ട്. സ്തോത്രം. അതെ, ഒരു വശത്ത് സഹോദരന്മാരുടെ ചലനമുണ്ട്, മറുവശത്ത് യോസെഫിൻ്റെ ചലനമുണ്ട്. ഒരു വശത്ത് അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് അഭിഷേകം ചുമക്കുന്ന ദാവീദിൻ്റെ ചലനമുണ്ട്. ഒരു വശത്ത് ജഡീകൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ആത്മീയൻ്റെ ചലനവുമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ. സ്തോത്രം. ഇതാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാൻ ഗുണമുള്ളത്. സ്തോത്രം. ഒരു വശത്ത് കയ്യിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ഹാബേലുണ്ട്. ഒരു വശത്ത് ഇസ്മായിലുണ്ട്, മറുവശത്ത് ഇസ്ഹാക്കുണ്ട്. ഒരു വശത്ത് ഏശാവുണ്ട്, മറുവശത്ത് യാക്കോബുണ്ട്. യാക്കോബിനെ മാത്രം പഠിക്കുമ്പോൾ ഒരു വശത്ത് യാക്കോബുണ്ട്, മറുവശത്ത് ഇസ്രായേലുണ്ട്. ഒരു വശത്ത് സഹോദരന്മാരുടെ ചലനമുണ്ട്, എന്നാൽ മറുവശത്ത് യോസെഫിൻ്റെ ചലനമുണ്ട്. ഒരു വശത്ത് ശൗലിൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ദാവീദിൻ്റെ ചലനമുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു വശത്ത് പരീശന്മാരുടെ ചലനമുണ്ട്, മറുവശത്ത് യേശു കർത്താവിൻ്റെ ചലനമുണ്ട്. ബൈബിൾ പഠിക്കണം മക്കളെ, ബൈബിൾ പഠിക്കണം. ബൈബിൾ പഠിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ബൈബിൾ പഠിക്കണം. സോ അങ്ങനെ ആ പഠിച്ചു വരുമ്പോൾ ഒരു വശത്ത് ജഡീകൻ്റെ ചലനമുണ്ട്, മറുവശത്ത് ആത്മീയൻ്റെ ചലനം ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇതിൽ ഏത് ലിസ്റ്റിൽ പെടുന്നു? നിങ്ങൾ ആത്മീയൻ്റെ ലിസ്റ്റിൽ പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി തീർന്നു. മനസ്സിലായോ? നമ്മൾ ആത്മീയൻ്റെ ലിസ്റ്റിൽ പെടുന്നില്ലെങ്കിൽ ഈ പരിപാടി സ്തോത്രം ഒരു ഫെയിലിയറാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഫെയിലിയറാണ്. വേദപുസ്തകം തോൽക്കുന്നില്ല, കർത്താവ് തോൽക്കുന്നില്ല. തോൽക്കാൻ സാധ്യതയുള്ളവർ നമ്മളാണ്. തോൽപ്പിക്കാൻ റെഡിയായിരിക്കുന്നവർ സാത്താനുമുണ്ട്, ലോകമുണ്ട്. തോൽപ്പിക്കാൻ ലോകത്തിൻ്റെ മുഴുവൻ പ്ലാറ്റ്ഫോമും സാത്താൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ സ്തോത്രം അതേ ആഗ്രഹമെന്ന് പറയുന്നത് നീ തോൽക്കണമെന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തോൽക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് ഇറ്റ്സ് ആൻഡ് എവരി സെക്കൻഡ്, ഓരോ സെക്കൻഡും ജയം ചിന്തിച്ച് ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നത്? സ്വന്തം മനക്കരുത്ത് കൊണ്ട് ജയിക്കാൻ പറ്റില്ല, സ്വന്തം മസിൽ കരുത്ത് കൊണ്ട് ജയിക്കാൻ പറ്റില്ല, സ്വന്തം ബലം കൊണ്ട് ജയിക്കാൻ പറ്റില്ല. സ്തോത്രം. അതെ, സ്വന്തം ബലം കൊണ്ട് ജയിക്കുമായിരുന്നെങ്കിൽ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു സ്വന്തം ബലം കൊണ്ട് ജയിക്കുമായിരുന്നെങ്കിൽ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് പങ്കപ്പാടേറ്റ് കുരിശിൽ മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ജയിക്കുന്നത് നമ്മുടെ ഓൺ ബുദ്ധിയിലും ശക്തിയിലും ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയിലാണ് ജയിക്കുന്നത്. ഒരിക്കൽ കൂടെ, കർത്താവിൻ്റെ കൃപയിലാണ് ജയിക്കുന്നത്. സോ എന്തെങ്കിലും എവിടെയെങ്കിലും നേടിയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എവിടെ നിന്നും കിട്ടിയെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ 100% അത് നിൻ്റേതല്ല, അത് കർത്താവിൻ്റെ കൃപയാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.
എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, എന്തെങ്കിലും നേടിയെന്ന് തോന്നുന്നെങ്കിൽ അതൊന്നും സ്തോത്രം നിൻ്റെ കഴിവല്ല. പൗലോസ് ഇങ്ങനെ പറയുകയാണ്, സ്തോത്രം പ്രശംസിക്കുന്നവൻ ആരിൽ പ്രശംസിക്കണം? കർത്താവിൽ പ്രശംസിക്കണം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. കർത്താവ്, ഇത് ഞാനല്ല നിന്നത്, ഇത് നീയാണ് നിന്നത്. അങ്ങനെ യൂഫ്രട്ടീസും ടൈഗ്രീസും എന്ന രണ്ട് നദികളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, അതെ, രണ്ട് ചലനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതാണ് അബ്രഹാമിൻ്റെ ചലനവും ലോത്തിൻ്റെ ചലനവും. യേശു കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോത്തിനെക്കുറിച്ച് സ്തോത്രം സംസാരിച്ചിരിക്കുകയാണ്. ദർ ഇസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ലോത്ത് ആൻഡ് ടൈം ഓഫ് ലോത്ത് ആൻഡ് ടൈം ഓഫ് നോവ. നോഹയുടെ സമയവും അതുപോലെ ലോത്തിൻ്റെ സമയവുമായി സ്തോത്രം ഒരു താരതമ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ലോത്തിൻ്റെ സമയവും അതുപോലെ സ്തോത്രം നോഹയുടെ സമയവുമായി ഒരു സ്തോത്രം സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്തോത്രം അത് നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ രണ്ട് സ്തോത്രം കാലത്തിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ശക്തിയുണ്ട്. ഞാൻ പറയാം, സ്തോത്രം, നിങ്ങൾ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുമ്പോൾ ഒരു അരമണിക്കൂർ നാഗർകോവിലിൽ നിന്ന് ബസ് പുറപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ട്രെയിനിൽ യാത്ര ചെയ്താൽ കാറ്റാടികൾ ശക്തിയോടെ കറങ്ങുന്നത് കാണാൻ കഴിയുക. ആരെങ്കിലും അതുവഴി പോയിട്ടുണ്ടോ? കുറേ എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ കാറ്റാടി ഇങ്ങനെ കറങ്ങുന്നത് എന്തുകൊണ്ടാണ് കാറ്റാടിക്ക് കറങ്ങാൻ തോന്നുന്നത്? സ്തോത്രം. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങ് കറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് കറങ്ങുന്നതല്ല കാറ്റാടി. പകരം അതിൻ്റെ പിൻപിൽ ഒരു കാറ്റടിക്കുന്നത് കൊണ്ടാണ് കാറ്റാടി കറങ്ങുന്നത് പോലെ ലോകത്തിൽ വ്യാപരിക്കുന്ന സകല തിന്മകളുടെ പിൻപിലും ഒരു ശത്രുവിൻ്റെ ചലനമുണ്ട്, അല്ലെങ്കിൽ സാത്താന്യ ശക്തിയുണ്ട്. ലോകത്തിൽ വ്യാപരിക്കുന്ന സകല നന്മകളുടെ പിൻപിലും ഇതുപോലെ ഒരു ദൈവികതയുണ്ട്. മനുഷ്യത്വത്തോടെ ജനം ജീവിക്കുന്നു എങ്കിൽ സ്തോത്രം, അതെ, അവൻ രക്ഷിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്തോത്രം. കാരണം ആ തിന്മ ചെയ്യാതെ മനുഷ്യനെന്ന് കണ്ട് നന്നായി ജീവിക്കുന്ന ആൾക്കാർ ചർച്ചിനകത്ത് മാത്രമല്ല, നല്ല സ്തോത്രം മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന, സഹായം ചെയ്യുന്ന ആൾക്കാർ ചർച്ചിന് പുറത്തുമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളവർ ചർച്ചിനകത്തുള്ളവരാണ്. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അത് ഏറ്റവും കൂടുതൽ നമ്മളെ കുത്തിവേദനിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുള്ളതും നമുക്ക് സ്വസ്ഥത കെടുത്തിയിട്ടുള്ളതും ചർച്ചിനകത്തുള്ളവരാണ്. സ്തോത്രം. പക്ഷേ അതിനേക്കാൾ മനുഷ്യത്വം ഞാൻ കൂടെ പറയാറുണ്ട്. ഈ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ ദിവ്യത്വം ലഭിക്കത്തുള്ളൂ. മനുഷ്യത്വം, ആദ്യം നല്ലൊരു മനുഷ്യനാകണം, നല്ലൊരു സ്ത്രീ ആകണം. അതിൻ്റെ മേൽ മാത്രമേ എന്ത് നിൽക്കത്തുള്ളൂ? ഡിവിനിറ്റി നിൽക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ജനത്തിന്മേൽ ആ ഒരു എൻലൈറ്റൻമെൻറ്റ്, ആ ഒരു പ്രകാശനം കൊടുത്തത് ആരാണ്? സാത്താനല്ല, ഗവൺമെൻറ് അല്ല, കുടുംബമല്ല, മാതാപിതാക്കളല്ല. അവരുടെ മേലൊരു ദൈവികത ഉണ്ട്, ഒരു ദൈവഭയമുണ്ട്. ആരും വേദനിപ്പിക്കല്ല്, ആരുടെയും ഒന്നും തട്ടിയെടുക്കല്ല്, അന്യൻ്റെതൊന്നും ദ്രോഹിക്കല്ല്, അന്യനെ കരയിപ്പിക്കല്ല് എന്ന് പറയുന്ന ഒരു ബോധം അവരുടെ മേൽ ഭരിക്കുന്നത് ദൈവികത തന്നെയാണ്. അപ്പോൾ കാറ്റാടിയെക്കുറിച്ചാണ് പറഞ്ഞത്. കാറ്റാടി കറങ്ങുന്നത് പിന്നിൽ കാറ്റടിക്കുന്നത് പോലെ നോഹയുടെ കാലത്തായാലും സ്തോത്രം ലോത്തിൻ്റെ കാലത്തായാലും പിൻപിൽ വ്യാപരിക്കുന്ന വലിയൊരു സാത്താന്യ മണ്ഡലമുണ്ടെന്ന് ഒരിക്കലും മറക്കല്ല. സാത്താന്യ മണ്ഡലമുണ്ട്. അത് 6-ാം അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടെ വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ സ്തോത്രം വീണുപോയ ദൂതന്മാരെക്കുറിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. വീണുപോയ ദൂതന്മാർ, മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ 2-ാം വാക്യം, ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെന്ന 3 റെഫറൻസിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നു. പറഞ്ഞേ, ആരാ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെന്ന് പറഞ്ഞു? ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെന്ന് പറഞ്ഞു? ആരാ? നീൽ ആംസ്ട്രോങ്ങോ? എഡ്വിൻ ഓൾഡ്രിനോ? ആരാ ദൈവത്തിൻ്റെ പുത്രന്മാർ? ദൈവത്തിൻ്റെ ദൂതന്മാർ. ഏത് പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്? ഏത് പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്? കണ്ടോ, നോക്കിയാണ് പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 3 റെഫറൻസ് പറഞ്ഞു തന്നു. ആരാണ്? സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ. നമ്മൾ വീണ്ടും അവിടെ തന്നെ നിന്നാൽ ഇന്ന് ഇതെനിക്ക് തീർക്കാൻ തക്കോണം കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് പറഞ്ഞത്, രണ്ടും സെയിം കോണ്ടസ്റ്റാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച എവരെയും ഭാര്യമായി തിരഞ്ഞെടുത്തു.
സ്തോത്രം. അപ്പോൾ മൂന്നാം വാക്യം 4 വാക്യം കൂടെ വായിക്കാം. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാക്കും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ മക്കളെ പ്രസവിച്ച് ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ തന്നെ. തുടർന്ന് നിങ്ങൾക്ക് മിത്തോളജി, ഐതിഹ്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അത് ഗ്രീക്ക് മിത്തോളജി ആണെങ്കിലും ഗ്രീസിലെ മിത്തോളജികൾ, സിയൂസ്, ഹെർക്കുലീസ്, നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്? സ്തോത്രം. അങ്ങനെയുള്ള മിത്തോളജികൾ, ഐതിഹ്യങ്ങൾ നിങ്ങൾ വായിക്കുന്നെങ്കിലും ഈവൻ ഭാരതത്തിലെ അതേ സ്തോത്രം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഐതിഹ്യങ്ങൾ വായിക്കുന്നെങ്കിൽ സ്തോത്രം ചുമ്മാതല്ല അവരത് വിശ്വസിച്ച പണ്ട് കാലത്ത് ആരുണ്ടായിരുന്നു? കീർത്തി കേട്ട പുരുഷന്മാരുണ്ടായിരുന്നു. ഈ കീർത്തി കേട്ട പുരുഷന്മാർ വേദപുസ്തകം അതിനെ വിളിക്കുന്നത് മല്ലന്മാർ എന്നാണ്. അവരെങ്ങനെയാണുണ്ടായത്? വീണുപോയ ദൂതന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് സ്തോത്രം അതെ അവർ ആ കീർത്തി കേട്ട പുരുഷന്മാർ അല്ലെങ്കിൽ മല്ലന്മാർ ഉണ്ടായി. അപ്പോൾ വീണുപോയ ദൂതന്മാർ എങ്ങനെയാണ് ദൂതന്മാർ വീണുപോയത്? വീണുപോയ ദൂതന്മാർ 1/3 ഏഞ്ചൽസ്, 1/3 ദൂതന്മാർ വീണുപോയി. ഒരിക്കൽ കൂടെ സ്വർഗത്തിലുണ്ടായിരുന്ന 1/3 ദൂതന്മാർ വീണുപോയി. സ്തോത്രം. അവർ വീണുപോയത് ലൂസിഫറിൻ്റെ നിഗളം നിമിത്തം. ലൂസിഫറിനെ ദൈവം വെട്ടിയിട്ടപ്പോൾ ലൂസിഫറിനോട് ചേർന്ന് നിന്നതായ 1/3 ദൂതന്മാർ അതെ വീഴ്ത്തപ്പെടുകയുണ്ടായി. സ്തോത്രം. അതിൻ്റെ പിൻപിൽ വ്യാപരിച്ച ഒരു സാത്താന്യ അജണ്ട നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിലുണ്ടായിരുന്ന ഒരു സാത്താന്യ അജണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും പിൻപിൽ വ്യാപരിച്ചതായ ഒരു സാത്താന്യ അജണ്ടയുണ്ടായിരുന്നു, സാത്താന്യ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സാത്താൻ എന്തിനാണ് വരുന്നത്? ഒരു ദുരാത്മാവ് ഒരാളിൻ്റെ അടുക്കലേക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദുരാത്മാവ് ഒരാളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നെങ്കിൽ ഒരിക്കലും നന്മയ്ക്കായി ഒരിക്കലും വരുന്നില്ല. ആ ഫേമസ് ആയ വാക്യം പറഞ്ഞ് യോഹന്നാൻ 10:10, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സാത്താൻ ഒരുവൻ്റെ അകത്ത് കയറിയിരിക്കുന്നെങ്കിൽ അവൻ്റെ സമ്പത്താകട്ടെ, അവൻ്റെ ആരോഗ്യമാകട്ടെ, അവൻ്റെ സ്വസ്ഥതയാകട്ടെ, അവൻ്റെ സമാധാനമാകട്ടെ, അവൻ്റെ കുടുംബ ജീവിതമാകട്ടെ, അവൻ്റെ കരിയറാകട്ടെ, സ്തോത്രം, എല്ലാറ്റിന്മേലും ഡാമേജ് വന്നിരിക്കും. സാത്താൻ തിന്മ വരുത്തിയിരിക്കും. അത് ആ നന്മകൾ കാണുകയില്ല. നേരെ മറിച്ച് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ എൻ്റെ ഡിഫറൻസ്, സാത്താൻ വരുന്നത് ചോദിച്ചിട്ടല്ല വരുന്നത്. ചെറിയൊരു ഗ്യാപ്പ് മതി, സാത്താൻ ഇടിച്ചു കയറും. ചെറിയൊരു വഴി മതി. അസൂയയിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ മത്സരത്തിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ കയ്പിൽ ജീവിക്കുകയാണ്, അൺഫോർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ജീവിക്കുകയാണ്, വിരോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വാതിലുകളിലൂടെ ആര് കയറും? ദുരാത്മാവ് കയറും. കേട്ടിരിക്കാനല്ല പറഞ്ഞത്, ആ വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരോടുള്ള കയ്പിൽ ജീവിക്കല്ല്, പകയിൽ ജീവിക്കല്ല്, വഴക്കുണ്ടാക്കി ജീവിക്കല്ല്, വീട്ടിൽ ചൊറിഞ്ഞ് ജീവിക്കല്ല്. ഹല്ലേലൂയ. ചൊറിയുന്ന, ഇന്നലെ ആരാണ്ട് എന്നോട് പറഞ്ഞു, ചൊറിയുന്ന വീഡിയോസ് ചിലർ അയക്കാറുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന ചൊറിയുന്ന വീഡിയോസ്. നല്ല ദൈവ പൈതൽ പറഞ്ഞാൽ ഞാൻ അത് തുറന്നു നോക്കത്തില്ല. കാരണം എന്താ? ആ ചൊറിച്ചിൽ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് താടും, നമ്മൾ നിരാശരാക്കും. അതെന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അതുപോലെ നിങ്ങളുടെ സ്വസ്ഥതയെയും നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ സന്തോഷത്തെയും കെടുത്തുന്ന ഒരു കാര്യം പോലും നിങ്ങളെ സ്തോത്രം അതേ തുറക്കല്ല. കാരണം നമ്മുടെ മൈൻഡ് എന്തായാലും ക്രിസ്തുവിൻ്റെ മനസ്സായി അടച്ച തോട്ടം പോലെ ദൈവകൃപയിലായിരിക്കുക. സ്തോത്രം. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞു മോനെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും ദൈവത്തിൻ്റെ കൃപയാൽ ശുഭമായിരിക്കണം. അപ്പോൾ സാത്താൻ ഇങ്ങനെ പഴുതോ നോക്കി നടക്കുകയാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല, പഴുതോ നോക്കിയല്ല ദൈവം നടക്കുന്നത്. കർത്താവ് മെയിൻ ഡോറിൽ തന്നെ വന്ന് തട്ടുമ്പോൾ അത് തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്തോത്രം പിന്നെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവേ വാ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വളരുന്നു. അപ്പോൾ സാത്താന്യമായ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഈ 2 കാലങ്ങളുമേലും ഉണ്ടായിരുന്നു. ആ 2 കാലങ്ങളിലുള്ള 4 കാര്യങ്ങൾ കൂടെ ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും. സ്തോത്രം. അതെ, സാത്താന്യമായ സ്വാധീനം. സാത്താന്യ സ്വാധീനം ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? സാത്താന്യമായ സ്വാധീനം നോഹയുടെ കാലത്തും ഉണ്ടായിരുന്നു, ലോത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇത് ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇന്നും നിങ്ങൾ നോക്കിയാൽ ലോകത്തിലുള്ള എല്ലാ കാര്യാദികളുമേലും സ്തോത്രം സാധാന്യമായ സ്വാധീനം പെരുകി വരുന്നത് കാണുവാൻ കഴിയും.
ഒരിക്കൽ കൂടെ സാത്താന്യമായ സ്വാധീനം പെരുകി വരുന്നത് എന്ന് കാണുവാൻ കഴിയും. കർത്താവ് സ്തോത്രം അപ്പോസ്തലൻ പറയുന്നു, സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വിചാരിച്ച്, അല്പകാലമേ ഉള്ളൂ, ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് സാത്താന് തന്നെ വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം എന്തോ മണ്ടം പിശാചെന്ന് നോക്ക്, അവനറിയാം. സ്തോത്രം യേശു കർത്താവ് കടന്നു വരും, തന്നെ ബന്ധിക്കും, 1000 ആണ്ട് അണ്ടർ അറസ്റ്റിലായിരിക്കും, പിന്നെ അവസാനം ന്യായവിധി ഉണ്ടാകും. അവസാനത്തെ ന്യായവിധിയായി സ്തോത്രം അതെ ഇവിടെ ഇതാ സാത്താനെ എന്നേക്കുമായി കത്തുന്ന സ്തോത്രം തീയിലേക്കും ഗന്ധകത്തിലേക്കും ഒക്കെ ഇടും എന്ന് സാത്താന് വളരെ നന്നായിട്ടറിയാം. എനിക്ക് തോന്നുന്നു മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്താൽ ആദ്യം മാനസാന്തരപ്പെടുത്താൻ സാത്താനായിരിക്കും. പക്ഷേ സാത്താന് മാനസാന്തരപ്പെടാൻ ദൈവം എന്ത് കൊടുത്തിട്ടില്ല? അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ സാത്താനോട് കർത്താവിന് അല്പം പോലും കൃപയില്ല. എന്നാൽ നമുക്ക് മാനസാന്തരപ്പെടാൻ കർത്താവ് അവസരം തന്നു. ഓ കമാൻ, കർത്താവ് മാനസാന്തരപ്പെടാൻ നമുക്ക് അവസരം തന്നത് ആ ദൈവത്തിൻ്റെ ഭയങ്കര കൃപയാണ്. പോക്കറ്റ് നിറയെ പണം തന്നതോ ഫ്രിഡ്ജ് നിറയെ ആഹാരം തന്നതോ ഒന്നുമല്ല ഏറ്റവും ഭയങ്കര കൃപ. കർത്താവിനെ കണ്ടെത്തുവാൻ ഗുണം അവസരം തന്നതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറയുന്നത് നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും സാത്താന്യ സ്വാധീനമുണ്ടായിരുന്നതുപോലെ ഇന്നും അതിഭയങ്കരമായ സാത്താന്യ സ്വാധീനമുണ്ട്. നമ്പർ 2, 2 കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം ഈവിൾ ഇമാജിനേഷൻ. ഈവിൾ ഇമാജിനേഷൻ മലയാളത്തിന് എന്തോ പറയും നിങ്ങൾ? ഈവിൾ ഇമാജിനേഷൻ. സ്തോത്രം. അതെ, സാത്താന്യമായ ചിന്താഗതികൾ എന്ന് പറയാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ ചിന്താഗതികൾ. പാപത്തിൻ്റെ സ്തോത്രം ഈവിൾ ഇമാജിനേഷൻ. പാപാദേശം. സ്തോത്രം. ഓക്കെ, മലയാളം മീഡിയം പഠിച്ചത് കൊണ്ടാണ് ആ വാക്കൊക്കെ അങ്ങനെ പുറത്തു വരുന്നത്. പാപാദേശം. സ്തോത്രം. അതെ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയാട്ടെ. ഈവിൾ ഇമാജിനേഷൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ തന്നെ മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് കർത്താവ് പറയുന്നത് സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. 5-ാം വാക്യം നിങ്ങൾ നോക്കുമ്പോൾ അതെ, ഉൽപ്പത്തി 6:5, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എപ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. അപ്പോൾ ഈവിൾ ഇമാജിനേഷനിൽ അന്ന് ജനം ജീവിക്കുകയാണ്. ഇതിന് പാരലായി തന്നെ നിങ്ങൾ വായിക്കേണ്ട മറ്റൊരു അധ്യായമാണ് ലോത്തിൻ്റെ കാലത്തെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം സോദോം ഗോമേറയെക്കുറിച്ച് നിങ്ങൾക്ക് വായിപ്പാൻ കഴിയും. സ്തോത്രം. HW എന്ന് എഴുതിയിട്ട് ഒരു റൗണ്ട് ഇടണം. ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ, ആരും വായിച്ചില്ല, അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. സ്തോത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, എന്തോ ചിന്തിക്കുന്നു ചോദിച്ചാട്ടെ. എന്തോ ചിന്തിക്കുന്നത്? എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തോ ചിന്തിക്കുന്നു, നടക്കുമ്പോൾ എന്തോ ചിന്തിക്കുന്നു, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ എന്തോ ചിന്തിക്കുന്നു. അതാണ് നീ. എന്ത് ചിന്തിക്കുന്നു? അതാണ് നീ. ഈ ബ്രാൻഡഡ് ഡ്രസ്സും ഇട്ട് വന്നത് അല്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നു. ആസ് ദ മാൻ തിങ്കത്ത് സോ ഈസി. ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു അതാണ് ആ മനുഷ്യൻ. ഒരിക്കൽ കൂടെ, ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു അതാണ് മനുഷ്യൻ. അപ്പോൾ യഥാർത്ഥ മനുഷ്യനെ ഭർത്താവിന് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല, മക്കൾക്കറിയത്തില്ല, ഫ്രണ്ട്സിന് അറിയത്തില്ല. ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സംഗീതക്കാരെങ്ങനെ പറയുന്നു? നീ ദൂരത്ത് നിന്ന് എന്നെ അറിയുന്നു, എൻ്റെ ഇരിപ്പും എഴുന്നേൽപ്പും സ്തോത്രം നിനക്കറിയാം, എൻ്റെ ചിന്തകളൊക്കെ നീ ഗ്രഹിക്കുന്നു, അപ്പം നമ്മുടെ ചിന്തകൾ അറിയുന്നവൻ ആരാണ്? ദൈവമാണ് അറിയുന്നത്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. സ്തോത്രം. പ്രധാനമായി 2 തരത്തിലുള്ള ഫോണുകളാണുള്ളത്. ഒന്ന് iOS, ഞാൻ ഉപയോഗിക്കുന്ന പോലെ ആപ്പിൾ ഫോണാണ്. മറ്റൊന്ന് ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡ് അതിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതുപോലെ ആത്മീയൻ്റെ ഉള്ളിൽ ആത്മീയ ചിന്ത മാത്രമേ കയറത്തുള്ളൂ. ജഡീകന് ഒരിക്കലും ആത്മീയ ചിന്തയില്ല. ജഡീകൻ ചിന്തിക്കുന്നത് ഈ ലോകത്തിലുള്ള ചിന്തകളാലും ധനത്തിൻ്റെ വഞ്ചനയാലും ജീവിക്കുന്നവനാണ് ജഡീകൻ. സ്തോത്രം. ആത്മീയൻ്റെ മേൽ ജഡത്തിൻ്റെ ചിന്തയുടെ സ്വാധീനം വരാം. പക്ഷേ അപ്പോൾ തന്നെ ജഡത്തിൻ്റെ ചിന്തകളുടെ സ്വാധീനം കടന്നു വരുമ്പോൾ അതിനെ താലോലിക്കല്ലേ. ഒരിക്കൽ കൂടെ, ജഡത്തിൻ്റെ ചിന്തകളുടെ വിത്തുകൾ നിങ്ങളുടെ മേൽ വീഴുമ്പോൾ അത് വളരുവാൻ അനുവദിക്കല്ലേ. ഉടനെ തന്നെ യേശുവിൻ്റെ രക്തം പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതിനെ എതിർത്ത് നിന്ന് ആ വക്രതയുടെ ചിന്തയെ, ആ പാപത്തിൻ്റെ ചിന്തയെ, കയ്പിൻ്റെ ചിന്തയെ, വിരോധത്തിൻ്റെ ചിന്തയെ, കോപത്തിൻ്റെ ചിന്തയെ, ചുരുക്കി പറഞ്ഞാൽ അതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ചിന്തയെ, അതാണ് ഏറ്റവും ഈസി വേ. ജഡത്തിൻ്റെ ചിന്തകളെ യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തകളെ ശാസിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ പ്രവൃത്തികൾ ജയിപ്പാൻ ഇടയായിത്തീരും. അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നോക്ക്. ഇന്നത്തെ ചിന്തയാണ് നാളത്തെ പ്രവൃത്തി.
ഒരിക്കൽ കൂടെ, ഇന്നത്തെ ചിന്തയാണ് നാളത്തെ പ്രവൃത്തി. അപ്പോൾ നാളെ പ്രവൃത്തിയിൽ വീഴാതെ ഇരിക്കണം, പാപത്തിൻ്റെ പ്രവൃത്തിയിൽ വീഴാതെ ഇരിക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് ആ ചിന്തകളെ ജയിക്കണം. സ്തോത്രം. ചിന്തയിൽ ജയിക്കുന്നവൻ ജീവിതത്തിൽ ജയിക്കും, ചിന്തകളെ ജയിക്കുന്നവൻ പ്രവൃത്തികളെ ജയിക്കും. സ്തോത്രം. പക്ഷേ അന്നത്തെ സ്തോത്രം മൈൻഡ് കറപ്റ്റായിരുന്നു. മനസ്സ് വന്നിട്ട് ഭയങ്കര സ്തോത്രം തിന്മകൾ ഇങ്ങനെ ചിന്തിച്ച് നടന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ iOS ആണോ ആൻഡ്രോയിഡ് ആണോ? നിങ്ങൾ ആത്മീയരാണോ, നിങ്ങൾ ജഡീകരാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിച്ച് നടക്കുന്നത്? വീട്ടിലുള്ളവരെക്കുറിച്ച്, കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, സഹവിശ്വാസികളെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും തിന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എനിക്ക് സംശയമുണ്ട്, അങ്ങനെ എന്ത് ചിന്തിച്ചാലും തിന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ എന്ന് നെഗറ്റീവായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കലും ആത്മീയരല്ല, ഒരിക്കലും ആത്മീയരല്ല. ദൈവത്തിൻ്റെ ചിന്ത തിന്മയുടെ ചിന്തയല്ല മക്കളെ. ദൈവത്തിൻ്റെ ചിന്ത നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ, ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ. എവിടെ എഴുതിയിരിക്കുന്ന വാക്യം? പറ 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 100 കണക്കിന് പ്രാവശ്യം കണ്ടു. പറ 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 എവിടെയാ? യിരെമ്യാ പ്രവചനം 29:11. മുട്ടായി മേടിച്ച് കൊടുക്കുക. അത് പറഞ്ഞു തന്നാൽ ചേച്ചിക്ക് അടുത്തിരിക്കുന്ന എല്ലാവരും കൂടെ പൈസ പിരിച്ച് മുട്ടായി മേടിച്ച് കൊടുക്കുക. നോക്ക്, സ്തോത്രം. ഈ വാക്യം കർത്താവ് പറയുമ്പോൾ ഒരു ഭയങ്കര കാര്യമുണ്ട്, സർക്കംസ്റ്റാൻസസ്. ഈ വാക്യം എഴുതിയിരിക്കുന്ന സാഹചര്യം എന്താണെന്നറിയോ? പ്രവാസത്തിലേക്ക് ജനം പോവുക, സ്വന്തം വീട് നഷ്ടപ്പെടുന്നു, സ്വന്തം സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു, സ്വന്തം പട്ടണം നഷ്ടപ്പെടുന്നു, സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്നു. 3 ലക്ഷത്തോളം യഹൂദന്മാർ കൊല്ലപ്പെടുന്നു. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് പിടിച്ചിട്ട് പോകുകയാണ്. പ്രവാസത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു തകർച്ചയുടെ അങ്ങേയറ്റത്തെ തകർച്ചയിൽ കിടക്കുമ്പോഴും ആ ജനത്തെക്കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നത് നിന്നെ കുഴിയിലോട്ട് ഇറക്കുമെന്നല്ല, നിന്നെ ഞാൻ പണിയുമെന്നാണ്, ഞാൻ അനുഗ്രഹിക്കുമെന്നാണ്, നിന്നെ വിശാലത വരുത്തുമെന്നാണ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത ശുഭകരമായ ചിന്തയെങ്കിൽ, ശുഭകരമായ ഭാവിയാണ് ദൈവം ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താണ്? അവ തിന്മയ്ക്കുള്ള ചിന്തയല്ല. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ചിന്ത? പറമനെ എന്തുവാ ദൈവത്തിൻ്റെ ചിന്ത? നന്മയുടെ ചിന്ത. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്നെ എങ്ങനെ മൊട്ടയടിക്കാം എന്നല്ല ദൈവം ചിന്തിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം, അതെ, നിന്നെ എങ്ങനെ തകർക്കാം ഇതല്ല ചിന്തിക്കുന്നത്. ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന നന്മയുടെ ചിന്തകളാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തിക്കില്ല, നന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചില ആൾക്കാർ, ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്തോത്രം, എപ്പോഴും ചിന്തിക്കുന്ന ആക്സിഡൻറ്റാണ് ചിന്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. അത് ഭയത്തിൻ്റെ ചിന്തയാണ്. സ്തോത്രം. വാ തുറന്ന് ശാസിച്ചു മാറ്റി. ചിലപ്പോൾ അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പിന്നിലൂടെ ഇടി വരുമോ, മുന്നിലൂടെ ഇടി വരുമോ, സൈഡിലൂടെ ഇടി വരുമോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതൊരു പോരാണ്. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. സ്തോത്രം. അത് കെട്ടിടത്തിൽ പണിയുന്നവർ മേസൻ എന്നിരിക്കട്ടെ, മേലെ പോകുമ്പോൾ താഴെ വീഴുമോ, ഹൈറ്റ് പേടിയാണ്, താഴെ വീഴുമോ, നെഗറ്റീവ് ചിന്തിക്കല്ലേ. സ്തോത്രം. അതൊരു സാത്താന്യമായ മനസ്സാണ്. പകരം ദൈവത്തിൻ്റെ കൃപയാൽ, അതെ, ആക്സിഡൻ്റ് ചിന്ത വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്, കർത്താവ് സ്തോത്രം തിന്മകളെ തട്ടി മാറ്റുന്നത്. അതുപോലെ ആശുപത്രിയിൽ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ, അയ്യോ നാളെ ഇനി ആശുപത്രി ഞാൻ കയറുമോ, ആ ട്യൂബ് എൻ്റെ മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് അനാവശ്യമായ നെഗറ്റീവ് ചിന്തിക്കല്ലേ. യേശുവിൻ്റെ രക്തം. സ്തോത്രം. കാര്യമെന്തോ? ഭയമെന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഒരു വാതിലാണ്. അതുകൊണ്ടാണ് പാവം യോബ് പറഞ്ഞു പോയത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. നോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭയത്തിൻ്റെ ഗേറ്റും ഭയത്തിൻ്റെ വാതിലും ഭയത്തിൻ്റെ ജനലും ഭയത്തിൻ്റെ വെന്റിലേറ്ററും ഇന്ന് രാത്രി അടയപ്പെടട്ടെ. അല്ലേ? പകരം എന്താണ്? ധൈര്യം മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പോൾ ഈ 2 കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്തോത്രം, മൈൻഡ് കറപ്റ്റായിരുന്നു. മൂന്നാമത് വേറൊരു കാര്യമാണ് ലഹള, വയലൻസിനാൽ നിറയപ്പെട്ടതായ ഒരു തലമുറയായിരുന്നു അത്. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം അത് 6-ാം അധ്യായം താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ജനമിത വയലൻസിൽ, ലഹളകളാൽ നിറയപ്പെട്ടിരുന്നു. സ്തോത്രം. നോക്കിയേ, 6:5 തന്നെ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് യഹോവ കണ്ട്. അടുത്ത വാക്യം സ്തോത്രം, ഭൂമിയിലെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖമായി. 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഇട്ടാൽ, എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുൻപാകെ വഷളായി. നോക്ക്, അതാണ് ആ വാക്യമാണ് 6:11. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വയലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. 6:11 3-ാം പോയിന്റിൽ എഴുതേണ്ടത്. അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വയലൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടെ നോക്കിയാലും ലഹളയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ
ലഹള കൊണ്ട് സ്തോത്രം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതെ, മീഡിയയിൽ അങ്ങനെയുള്ളതായ പല വാക്കുകൾ, പല ന്യൂസുകൾ വരുന്നില്ല. അതുകൊണ്ട് സ്തോത്രം നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം എവിടെ നോക്കിയാലും ലഹളയാണ്. സ്തോത്ര വണ്ടികളിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിസ്സാര കാര്യം മതി ആൾക്കാർക്ക് ക്ഷമിക്കാനുള്ളതായ സ്തോത്രം അതേ മനസ്ഥിതിയില്ല. ലഹളയാണ് വീട്ടിനകത്ത്. സ്തോത്രം. മാതാപിതാക്കൾ ചിലർ പേടിക്കുന്നത് സ്തോത്രം മക്കളെ പേടിച്ച് ജീവിക്കുകയാണ്. ലഹളയാണ്. മക്കൾ സ്തോത്രം ടോളറൻസ് ഇല്ല. ഒരു ചെറിയ കാര്യത്തിൽ തന്നെ അലൂമിനിയം പാത്രം പെട്ടെന്ന് ചൂടാകുന്നത് പോലെ പിള്ളേർ പെട്ടെന്ന് ചൂടാകുന്നു. സ്തോത്രം. ഒരു പെണ്ണിനെക്കുറിച്ച് കഴിഞ്ഞ മാസം അറിഞ്ഞു. നല്ലൊരു കൊച്ചെന്നാണ് വിചാരിച്ചത്. കഴുകി വെച്ചിരുന്ന പാത്രം എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു. അവൾ മെസ്സി ഫുട്ബോൾ അടിക്കുന്ന പോലെ കാല് നിവർത്തി സ്തോത്രം ഒരടി കൊടുത്തു. ആ നല്ല പാത്രങ്ങൾ മുഴുവൻ പൊട്ടിപ്പോയി. സ്തോത്രം. നമ്മളെ ചർച്ചിലല്ല, വേറൊരു ചർച്ചിലെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി ക്രൈസ്റ്റ് സെൻ്ററിൽ പിള്ളേരെല്ലാം മോശമെന്ന് ആരും ചിന്തിക്കല്ലേ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. സോ അങ്ങനെ ലഹള കൊണ്ട് പെൺകുട്ടിയുടെ കാര്യം, പെൺകുട്ടി. അപ്പോൾ പെൺകുട്ടി ഇങ്ങനെയെങ്കിൽ ആൺകുട്ടി എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ആൺകുട്ടികൾ എന്നെ തുറച്ചു നോക്കല്ലേ. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആൺകുട്ടികൾ പാവമെന്നാണ് നിങ്ങൾ ചിലർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് ബി, നമുക്കത് പിന്നെ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ സ്തോത്രം എവിടെ നോക്കിയാലും ലഹളയുടെ മെൻറ്റാലിറ്റിയിൽ, ലഹളയുടെ മനസ്സിൽ ജീവിക്കുന്നു. മാനിക്കേണ്ടവരെ മാനിക്കുന്നില്ല, താഴ്മയില്ല. സ്തോത്രം. അത് ആരെയും എന്തും പറയും, ആരെയും ഭയമില്ല. സ്തോത്രം. ആരെയും ഭയമില്ല. ഒരു ഗുണ്ടാ സെറ്റപ്പിൽ എന്നതുപോലെ ലഹളയിൽ ജീവിക്കുന്നത് ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കാലം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ ജീവിക്കുന്നത്? ഇത് ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലം, അതുപോലെ ഇത് നോഹയുടെ കാലം പോലെ ഒരു കാലം. നാലാമതായി എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കാലങ്ങളിലെ കോമൺ തിങ് ലൈംഗിക അസാന്മാർഗികത. ലൈംഗിക അസാന്മാർഗികതയാൽ സ്തോത്രം നിറയപ്പെട്ടിനെ സെക്ഷൽ പെവേർഷൻ, ലൈംഗിക അതിക്രമം കൊണ്ട് അല്ലെങ്കിൽ അസാന്മാർഗീയത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലം. സ്തോത്രം. അതെ, ബഹുഭാര്യത്വമായിരിക്കാം, ബഹുപതൃത്വമായിരിക്കാം. സ്തോത്രം. അതെ, അതുപോലെയുള്ളതായ ലൈംഗിക പാപം എന്ന് പറയുന്ന ലൈഫിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു, ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അതൊരു ലൈഫ് സ്റ്റൈലാണ്. ചില സ്ഥലങ്ങളിലേക്ക് കടന്നു ഇല്ലുമ്പോൾ ചില രാജ്യങ്ങൾ ഇങ്ങനെയാണ്. നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ, വിശ്വാസ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിനക്കെന്തോ കുറവ് എന്നാണ്. സ്തോത്ര. പല രാജ്യങ്ങളും പല ഭൂഖണ്ഡങ്ങളിലും എന്നുള്ളത്. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നീ നോർമലാണ്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നീ നോർമലാണ്. സ്ലീപ്പ് ഓവറിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്നെങ്കിൽ നീ നോർമലാണ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്ത് പറവാൻ കഴിയാത്തതായ രീതിയിൽ സ്തോത്രം ലോകം അധപ്പതിച്ചിരിക്കുകയാണ്. പാപത്തിൻ്റെ സ്തോത്രം ഡെൻസിറ്റി, സാന്ദ്രത ഓരോ ദിവസം കഴിയും തോറും അത് കൂടി വരികയാണ്. അത് കൂടി വരികയാണ്. അത് ഒരാളിൻ്റെ പിന്നാലെയല്ല, രണ്ടുപേരുടെ പിന്നാലെയല്ല. ഒരു കൂട്ടമെന്ന് പറയുന്നത് അതൊരു അഭിമാനം പോലെയാണ്. ഒരു കൂട്ടമെന്ന് പറയുന്നത് ഒരു അഭിമാനം. ഇന്ന വ്യക്തിയുമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ഒരു 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 ഭയങ്കര ഒരു മാന്യത പോലെയാണ്, വലിയ വെയിറ്റുള്ളത് പോലെയാണ്. അത്ര അധികമായി ഇന്ന് നടന്നിട്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിലും നമ്മുടെ പട്ടണത്തിലും സ്തോത്രം എന്ന് കാണുവാൻ കഴിയും. സ്തോത്രം. അത് ഇന്ന ആളിനോട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് സ്തോത്രം അവർക്ക് വലിയൊരു വെയിറ്റാണ്. അവർക്ക് വലിയൊരു ഹൃദയത്തിന് പരിച്ഛേദനയില്ലാതെ, ദൈവകൃപയില്ലാതെ, വിശുദ്ധി എന്തെന്നറിയാതെ സ്തോത്രം അതേ കടന്നു പോകുന്നവർ ചർച്ചിനകത്ത് തന്നെ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, തന്തൂരി അടുപ്പിനകത്ത് ചിക്കൻ കിടന്ന് വേകുന്നത് പോലെ നരകത്തിൻ്റെ തീയൻ അങ്ങനെയുള്ളവർ വേകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ലൈംഗിക അസാന്മാർഗികത കൊണ്ട് ലോകം സ്തോത്രം നിറഞ്ഞിരിക്കുന്നു. അഞ്ചാമതായി കുറച്ചുകൂടെ ലൈംഗിക അസാന്മാർഗികതയുടെ തന്നെ മറ്റൊരു കാര്യമാണ് അഞ്ചാമത് പറയാനുള്ളത്. നോഹയുടെ കാലത്തായാലും ലോത്തിൻ്റെ കാലത്തായാലും ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ രതി. ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ രതി. സ്തോത്രം. ഇതിന് മറന്നുപോകല്ലേ, ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ എന്താണ്? വീണുപോയതായ ദൂതന്മാർ അഥവാ സാത്താന്യ സ്വാധീനം ആണ്. ആണിനോടും പെണ്ണിനോടുമുള്ളതായ രതി. ആണിനോടും പെണ്ണിനോടുമുള്ള രീതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത് അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ഉണ്ട് എന്ന് കേട്ടെങ്കിൽ ഇന്ന് സ്തോത്ര പട്ടണത്തിലുള്ള പല സ്കൂളുകളിലിതുണ്ട്. കോളേജ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഓഫീസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് സ്തോത്രം സ്കൂളിലുണ്ട്. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ ലീഡർ എന്നുള്ള ക്രമത്തിൽ, ഒരു ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു ലീഡർ എന്ന ക്രമത്തിൽ പിള്ളേരെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മാതാവോ പിതാവോ നിർത്തി പറയണം, സ്തോത്രം നിൻ്റെ ശരീരത്തിൻ്റെ യാതൊരു ഭാഗത്തും അന്യർ തൊടുവാൻ സ്തോത്രം അനുവദിക്കല്ല്. വീട്ടിലിത് പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ നിന്ന് കുറ്റമല്ല പറയേണ്ടത്.
വീട്ടിലിരുന്ന് വല്ലവനെ അളക്കുകയല്ല ചെയ്യേണ്ടത്. വീട്ടിലിരുന്ന് ആ പ്രസംഗം, ഈ ബൈബിൾ സ്റ്റഡി, മറ്റേ ദേവദാസൻ, ഈ ചർച്ച എന്ന് പറയുന്നെങ്കിൽ നിൻ്റെ തലമുറ തൊലഞ്ഞു പോകും. പകരം സ്വന്തം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ സ്തോത്രം, അതേ വേറെ ആരും നിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്തോത്രം സ്പർശിക്കാൻ പാടില്ല. കാരണം നിൻ്റെ ശരീരം പഞ്ചായത്ത് മൈതാനമല്ല, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിൻ്റെ ശരീരം മൈതാനമല്ല, മന്ദിരമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതേ മാതാപിതാക്കൾ ദൈവകൃപയാൽ വാ തുറന്ന് സ്തോത്രം കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പട്ടണത്തിലും സ്തോത്രം ഇതുപോലെയുള്ളതായ പരേഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം റെയിൻബോ പരേഡ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം. സ്തോത്രം 100-400 പേർ സ്റ്റാച്യൂവിൽ ഇങ്ങനെ ആണിൻ്റെ കൈക്ക് പിടിച്ച് പെണ്ണിൻ്റെ കൈക്ക് പിടിച്ച് പരേഡ് നടത്തുകയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി അതിനല്പം തടയിട്ട ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് ഇന്ന് എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. സ്തോത്രം. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ളതായ ബൈഡൻ ഭരണകൂടം അതിഭയങ്കരമായി ഇതിനെ കയറഴിച്ചു വിട്ടു. സ്തോത്രം. കമലാ ഹാരിസ് ഇതിനെ അതിഭയങ്കരമായി അഴിച്ചു വിട്ടു. കമലാ ഹാരിസ് കയറഴിച്ചു വിട്ടു. പക്ഷേ സ്തോത്രം, അതേ റിപ്പബ്ലിക്കൻസ് കടന്നു വന്ന്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അതിന് വളരെ ശക്തമായിട്ടുള്ള സ്തോത്രം സ്റ്റാൻഡാണ് ദൈവവചനപ്രകാരം അതിന് എടുത്തിരിക്കുന്നത്. കാരണം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, ദൈവദാസന്മാർ ട്രംപ് സപ്പോർട്ടേഴ്സായി നല്ല ഗോസ്പൽ സപ്പോർട്ടേഴ്സായിരിക്കുന്നത് കൊണ്ട് അതിന് വലിയൊരു സ്തോത്രം അത് തട വീണിരിക്കുകയാണ്. അത് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടാണ്. ഒരിക്കൽ കൂടെ ആരുടെയൊക്കെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ വർഷം ഈ നേരം പോലെ അത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഒരു മിനി നരകമായിട്ട് ലോകം മുഴുവൻ തീരുമായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കാവൽക്കാരായി ദൈവം ചിലരെ അവിടെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇതൊരു വല്ലാത്ത കാലമാണ്. നോഹയുടെ കാലം പോലെ ഒരു കാലം, സ്തോത്രം ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലം. നോക്കിയേ, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ചെറുപ്പത്തിൽ 40 വർഷം 45 വർഷം 50 വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭീകരമായ അന്തരീക്ഷമാണ് ഇന്ന് ലോകത്തിൽ നടന്നിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ചിന്തിക്കും, നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാലം വരുമ്പോൾ ഈ ലോകം ഏത് സ്ഥിതിയിലായിരിക്കും? സ്തോത്രം. ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, 2 ചലനങ്ങളാണ് നടക്കുന്നത്. ഒരു വശത്ത് സ്തോത്രം, അതേ നിൻ്റെ മേൽ യഹോവയുടെ വെളിച്ചം ഉദിക്കും, നീതി ഉദിക്കും, അല്ലെങ്കിൽ മഹത്വം ഉദിക്കുമെന്ന ക്രമത്തിൽ സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. മറുവശത്ത് സ്തോത്രം, വലിയൊരു ഭൂരിപക്ഷത്തിൽ, ഈ ലോകത്തിലായിരിക്കുന്ന വലിയ ഒരു ഭൂരിപക്ഷം ജനത്തിൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ട് വർദ്ധിക്കുന്നു. കവൽക്കാര രാത്രി എന്തായി? യെശയ്യാവ് ചോദിക്കുകയാണ് 21-ാം അധ്യായത്തിൽ മറ്റോ. സ്തോത്രം. കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം 2 ഉത്തരമാണ് ഒരേപോലെ കടന്നു വരുന്നത്. ഇതാ പ്രഭാതം വന്നിരിക്കുന്നു, രാത്രിയും വന്നിരിക്കുന്നു. അതിനർത്ഥം രാത്രി വർദ്ധിക്കുകയാണ്, ഇരുട്ട് വർദ്ധിക്കുകയാണ്. ലോകത്തിൽ ഒരു വശത്ത് അതിശക്തമായി പാപം പെരുകുകയാണ്, അധർമ്മം പെരുകുകയാണ്, സ്തോത്രം അസ്വസ്ഥത പെരുകുകയാണ്, സാധാന്യ പദ്ധതികൾ പെരുകുകയാണ്. എന്നാൽ മറുവശത്ത് എന്ത് ചെയ്യുന്നു? പ്രഭാതം അടുത്തിരിക്കുന്നു. സ്തോത്രം. അതേ നീതി സൂര്യൻ മധ്യാകാശത്ത് വെളിപ്പെടാറായിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാ ഞായറാഴ്ചയും കേൾക്കേണ്ട ദൂതാണ് യേശു കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയും ജനത്തെ ഓർപ്പിക്കേണ്ട കാര്യമാണ്. കോമൺ തിങ്ങാണ് കർത്താവ് യേശു സ്തോത്രം വരാറായി. നമ്മൾ ജനത്തെ ഒരുക്കേണ്ടത് പണത്തിനല്ല, പ്രോസ്പെരിറ്റിക്കല്ല. നമ്മൾ ജനത്തെ ഒരുക്കേണ്ടത് ഈവൻ കൃപാവരങ്ങൾക്ക് പോലുമല്ല. സ്തോത്രം. ഓഫ് കോഴ്സ് ഐ എം സോറി. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതെ 2 കാര്യത്തിനാണ് ജനത്തെ ഒരുത്തേണ്ടത്. 1 കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം, 2 സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. ഒരിക്കൽ കൂടെ സ്തോത്രം. 1 കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം, 2 സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അങ്ങനെയുള്ള വല്ലാത്ത കാലത്ത്, ആ ഒരു ലോത്തിൻ്റെ കാലം ഇരുട്ടിൻ്റെ കാലമാണ്. സ്വതം ഗോമേറ, ഹോമോസെക്ഷാലിറ്റി ഉണ്ട്, ലൈംഗിക പാപമുണ്ട്, ലഹളയുണ്ട്. സ്തോത്രം. മൈൻഡ് കറപ്റ്റായി ഈവിൾ ഇമാജിനേഷനിൽ സ്വതം ഗോമേറക്കാർ അതേ ജീവിക്കുകയാണ്. സ്വതോമിനും ഗോമേറിയിലും സാത്താന്യ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ 5 കാര്യവും അന്തരീക്ഷത്തിൽ മാലിന്യമെന്ന പോലെ ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ സ്വതോമും ഗോമേറിയും നിറഞ്ഞിരിക്കുകയാണ്. സ്വതോം ഗോമോറ മുഴുവൻ സ്തോത്രം അതേ പാപത്തിൻ്റെ ഹെഡ് ക്വാർട്ടറായി അന്ന് ആയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ചാവുകടൽ സന്ദർശിക്കാൻ പോയാൽ അതിൻ്റെ സൈഡിലായിരുന്നു സ്വതോം ഗോമേറ നിലനിന്നത് എന്ന് എന്ന് ആർക്കിയോളജിക്കൽ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരുടെ സഹായത്തിൽ കാണുവാൻ തക്കണം കഴിയും. അത് പാപത്തിൻ്റെ ഹെഡ് ക്വാർട്ടറായിരുന്നു. പാപത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ പോലെ ഇന്നത്തെ സാൻ ഫ്രാൻസിസ്കോ പോലെ, ഇന്നത്തെ ന്യൂയോർക്കിൻ്റെ ചില
ഭാഗങ്ങൾ എന്നതുപോലെ ലോകത്തിൻ്റെ വിവിധ ചില പട്ടണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം, നാമമാത്രമായി വസ്ത്രം ധരിച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വേശ്യമാർ വലിയ വലിയ പട്ടണങ്ങളുടെ തെരുവോരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ അത് മീറ്റിംഗ് കഴിഞ്ഞ് യാത്ര ചെയ്തിട്ടുണ്ട്. പാപത്തിൻ്റെ പട്ടണങ്ങൾ ലോകത്തിലുണ്ട്. സ്തോത്രം, മ്ലേച്ഛതയുടെ അത് വേദികളായി പല പട്ടണങ്ങൾ അത് തീർന്നിരിക്കുന്നു, പല സ്ഥലങ്ങൾ ആയി തീർന്നിരിക്കുന്നു. അങ്ങനെ സോദോമും ഗോമോറ എന്ന് പറയുന്ന പാപത്തിൻ്റെ ഹെഡ് ക്വാർട്ടറായി തീർന്നിരിക്കുന്ന ആ സമയത്ത് എൻ്റെ മലയാളത്തിൽ പറഞ്ഞ ഗതികെട്ട് വിശുദ്ധനായ ദൈവം അവിടെ തീയും ഗന്ധകവും സ്തോത്രം ആ പട്ടണത്തിലേക്ക് അയക്കുകയുണ്ടായി. ഇന്നും ചില സ്ഥലങ്ങളിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ചില സ്ഥലങ്ങളിൽ സ്തോത്രം ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ തത്തുല്യമായി ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു ഭാഗം തന്നെയാണ്. അഫ്കോഴ്സ് അന്ത്യ ന്യായവിധി മറ്റൊന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ന്യായവിധിയുണ്ട്, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ന്യായവിധിയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർ ഓർക്കുന്നതെന്നറിയത്തില്ല, ഗ്രഹാം സ്റ്റീൻസിനെയും തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ചുട്ടു കൊന്നു കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും എത്രയോ അകലെ കടന്നതായ സമുദ്രം ആ ഗ്രാമത്തിലേക്ക് കയറി വന്ന് ആ ഗ്രാമത്തെ മുഴുവൻ സ്തോത്രം തുടച്ചു മാറ്റിക്കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ വളരെ കൃത്യമായി ഓൺലൈനിൽ പറയട്ടെ, ദൈവദാസന്മാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സുനാമി കയറി വരുമെന്നുള്ളത് വലിയ 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 വാസ്തവമായ കാര്യമാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിൽക്കുകയാണ്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, പേരിന് വേണ്ടിയല്ല, ആൾ കളിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ഈ പട്ടണത്തിൽ നിൽക്കുന്ന യേശുപ്പച്ചന് വേണ്ടിയാണ്. യേശുപ്പച്ചന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ വ്യക്തിയായി കുടുംബമായി നിൽക്കുമ്പോൾ അതിനെ തകർക്കുക എന്ന സാത്താന്യ അജണ്ട പേരാണ് അത് ആൻറ്റിസെമിറ്റിസം. ആൻറ്റിസെമിറ്റിസം യഹൂദനെ തകർക്കുന്നതാണ് ആൻറ്റിസെമിറ്റിസം. യഹൂദൻ നിൽക്കുന്നത് സ്തോത്രം കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതുപോലെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അതിനെ തകർക്കണമെന്നുള്ളതാണ് സാത്താൻ. അവരെ ശല്യപ്പെടുത്തണം, അവനെ എങ്ങനെയെങ്കിലും പിടിച്ച് ചിന്തണം, ഇതാണ് സാത്താൻ. സ്തോത്രം. അത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കും അങ്ങനെ ചെയ്യുന്ന ദേശങ്ങൾക്കും കർത്താവ് കൈകെട്ടി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് സോദോമിലും ഗോമോറയിലും സംഭവിച്ചത്. എന്നാൽ അതേ സമയത്ത് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത്, സോദോമിൻ്റെ പാപത്തിൻ്റെ പെരുക്കോ ലോത്തിന് പറ്റിയതായ അബദ്ധമോ ഒന്നുമല്ല. സ്തോത്രം. ലോത്ത് അബദ്ധം പറ്റിയവനാണ്. ലോത്ത് പോത്ത് പോലെ ആയി തീർന്നവനാണ്. ഒരിക്കൽ കൂടെ, നീതിമാനെങ്കിലും അവൻ വലഞ്ഞുപോയ ഒരുത്തനെന്ന് തിരുവചനം പറയുന്ന വലഞ്ഞുപോയി. സ്തോത്രം. പക്ഷേ മറുവശത്ത് ലോത്തിൻ്റെ ചലനം പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അബ്രഹാമിൻ്റെ ചലനമാണ്. അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതായ ലോകത്തും പാപം കൊണ്ട് നിറയപ്പെട്ട ലോകത്തും കർത്താവിന് വേണ്ടി നിന്ന ഒരു തലമുറയായിരുന്നു അബ്രഹാമിൻ്റെ തലമുറ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട് അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ലോകം പോലെ തന്നെ സഭയും കറപ്ഷനാണ്. ലോകം പോലെ സഭയും അഴിമതിയാണ്. ദൈവഭയമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുകയാണ്. ദൈവസ്നേഹമില്ലാത്ത സ്തോത്രം അതേ സെൽഫ് സെൻറ്റേർഡായ സ്തോത്രം അതേ ഒരു കൂട്ടം ജനതയെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുകയാണ്. സഭ ചിന്തിക്കുന്നത്, പല വിശ്വാസികൾ ചിന്തിക്കുന്ന മറ്റുള്ളവൻ്റെ ഗുണമല്ല, സ്വന്തം ഗുണമാണ് ചിന്തിക്കുന്നത്. നീ കുനിഞ്ഞില്ല, നിൻ്റെ പുറത്ത് കയറിയിട്ട് ഞാൻ എൻ്റെ കാര്യം നേടട്ടെ എന്ന് പറയുന്ന സെൽഫ് സെൻറ്റേർഡ് സ്വയ സ്നേഹികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സഭ. സ്വന്തം സ്തോത്രം കാര്യത്തിന് വേണ്ടി, സ്വന്തം കാര്യം സിന്ദാബാദ്, പണം കിട്ടാൻ വേണ്ടി, ഇല്ല പണം കിട്ടെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, പേരിന് വേണ്ടി, എന്നെപ്പോലെയുള്ള ദൈവദാസന്മാരെ പോലും പാവപ്പെട്ട വിശ്വാസികളെ പിടിയുവാൻ വേണ്ടി വന്നിരിക്കുന്ന കറപ്ഷന് മേൽ കറപ്ഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ കൂടെ എങ്ങനെ ചിന്തിക്കും, നമുക്കൊക്കെ ഇത്രയും വേദനയെങ്കിൽ എല്ലാം ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൽ എന്തോ വലിയ വേദനയായിരിക്കും ഉള്ളത്. ഹല്ലേലൂയ. ഏറ്റവും വലിയ വേദന. ഇത്രയും ചർച്ച കറപ്റ്റായിട്ടുള്ള ഒരു കാലഘട്ടം വേറെയില്ല. ഇത്രയും സഭ അശുദ്ധി കൊണ്ട്, പാപം കൊണ്ട്, അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേറൊരു കാലഘട്ടമില്ല. അഗ്നിജ്വാലക്കത്ത കണ്ണോടി കൊടിയവനായ കർത്താവ് സകലതിനെയും കാണുന്നുണ്ട്. ആർക്കാണ് ദൈവഭയം? ആരാണ് ദൈവഭയമാണെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ? ദൈവഭയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കുമോ? ഒരിക്കലും ഇല്ല. സ്തോത്രം. അതെ, നോഹയുടെ കാലത്ത് ദൈവഭയം ഉണ്ടായിരുന്നോ? ഇല്ല. ലോത്തിൻ്റെ കാലത്ത് ദൈവഭയം ഉണ്ടായിരുന്നോ? ഇല്ല. ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ജീവിക്കുമായിരുന്നോ? ചിന്തിക്ക്. ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പെരുമാറുമായിരുന്നോ? 2 ദൂതന്മാർ അതേ സ്തോത്രം എവിടെ? സോദോമിലും ഗോമോറയിലും വന്നിരിക്കുക. അബ്രഹാമിൻ്റെ വീട്ടിൽ പോയ 3 ദൂതന്മാരാണ്. ലോത്തിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും 2 ദൂതന്മാരായി. 18-ാം അധ്യായത്തിൽ ഞാനത് വീണ്ടും തൊടും. 18-ാം അധ്യായത്തിൽ അബ്രഹാം കൂടാരത്തിൻ്റെ വാതിക്കലിരിക്കുമ്പോൾ 3 ദൂതന്മാരാണ് വരുന്നത്. തൊട്ടടുത്ത അധ്യായം 19-ാം അതേ അധ്യായത്തിൽ 2 ദൂതന്മാരാണ് സോദോം ഗോമോറയിൽ പോയത്. അപ്പോൾ ഒരാൾ കയറിപ്പോയി.
ആ ഒരാൾ കയറിപ്പോയി. അവനുണ്ടെങ്കിൽ സ്വതം ഗോമേറയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ശിക്ഷിക്കുന്നവനല്ല, ആ കയറിപ്പോയവൻ രക്ഷിക്കുന്നവനാണ്. അത് ക്രിസ്റ്റോളജിയാണ്. ദാറ്റ് മീൻസ് ക്രൈസ്റ്റിൻ്റെ മാനിഫെസ്റ്റേഷനാണ് 18-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പണ്ടെപ്പോഴോ കോവിഡ് കാലത്തോ മറ്റോ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിൽ ക്രിസ്തു. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പോലെ അവിടെ എവിടെ ഓരോ തുള്ളി വീഴുന്നത് പോലെ തൃത്വത്തിൽ രണ്ടാമൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരിക്കലും ചിന്തിക്കല്ല പഴയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു വെക്കേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഉറക്കത്തിലായിരുന്നു. നോ 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 നോ. സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇന്നും തുല്യമായി പ്രാതിനിധ്യത്തോടെ ദൈവകൃപയാൽ ചലിക്കുന്നു. ഓക്കെ, നോക്കണമേ. സ്തോത്രം. അതേ, ആ രണ്ടാമനുണ്ടെങ്കിൽ സോദോമിനെ ഗൊമോറ നശിപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ രണ്ട് ദൂതന്മാർ വീട്ടിൽ കയറി ചെന്നു. ദൂതന്മാരെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. പുരുഷന്മാർ എന്ന രീതിയിൽ അവർ കയറിപ്പോയി വിസിബിളി കാണുകയാണ്. അപ്പോൾ കയറി ചെന്നപ്പോഴേക്കും അവിടെയുള്ള പുരുഷന്മാർ വന്ന് പറയുന്നു, അവിടെ കയറി വന്ന പുരുഷന്മാരുണ്ടല്ലോ, അവരെ ഭോഗിക്കേണ്ടതിന്, അങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവരെ ഭോഗിക്കേണ്ടതിന് ലോത്തെ ഇറക്കിവിട് എന്ന് പറഞ്ഞ് അവരോട് സ്തോത്രം വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏത് പുരുഷനെ കണ്ടാലും, ഏത് ഭംഗിയുള്ള സ്ത്രീയെ കണ്ടാലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവനെ ഭോഗിക്കണം, അവനെ കിട്ടണം, ലൈംഗിക പാപം ചെയ്യണം. ആരെ കണ്ടാലും അതാരാണെങ്കിലും, പോസ്റ്റ്മാനാകട്ടെ, അത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നവനാകട്ടെ, സുഖിയുടെ ആളാകട്ടെ, ഈവൻ ദൈവദാസന്മാരാകട്ടെ, ഏവനെ കണ്ടാലും എനിക്ക് ഭോഗിക്കണം. പൈശാചിക മനസ്സ്, സാത്താന്യമായ മെൻറ്റാലിറ്റി. സോ അതിൻ്റെ നടുവിൽ സ്തോത്രം അശുദ്ധി കൊണ്ട്, പാപത്തിൻ്റെ ചിന്ത കൊണ്ട്, പാപത്തിൻ്റെ രേതയും വായുകൃതം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടത്തിൽ ഒരു ചലനം ഉണ്ടായിരുന്നു. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ചലനം, ഏറ്റവും ക്വാളിറ്റിയുള്ള ചലനം, ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ചലനം, ഏറ്റവും ക്വാളിറ്റിയുള്ള ചലനം. എത്രയോ ആയിരക്കണക്കിന് വർഷമായി ഇന്നും അതുപോലെ ജീവിച്ചെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ചലനം, അതായിരുന്നു അബ്രഹാമിൻ്റെ ചലനം. ഓ റബശകലമനഹതനറിയാസ്യ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും അത് സാധ്യമാണ്. പാപത്തിന്മേൽ പാപം ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ, കറപ്ഷൻ വർദ്ധിക്കുമ്പോൾ, വൈകൃതങ്ങൾ വർദ്ധിക്കുമ്പോൾ, പോർണോഗ്രാഫി പാപം വർദ്ധിക്കുമ്പോൾ, മൾട്ടി സെക്ഷൽ പാർട്ട്ണർഷിപ്പ് വർദ്ധിക്കുമ്പോൾ, ഇതെല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ, കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ, നാട്ടിൽ എല്ലാവർക്കും ഉണ്ടല്ലോ, രക്ഷിക്കപ്പെടാത്ത എൻ്റെ കൊച്ചപ്പൻ്റെ മക്കൾക്കുണ്ടല്ലോ, രക്ഷിക്കപ്പെടാത്ത എൻ്റെ ബന്ധുക്കൾക്കുണ്ടല്ലോ, എനിക്കുണ്ടല്ലോ. ഞാൻ ഒൺ ദ ക്രൗഡ് എന്ന് പറഞ്ഞ് ആയിരിക്കുന്നതായ സമയത്ത് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ലോത്തിൻ്റെ കാലത്തും ജീവിച്ചിരുന്ന ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. ജനം മറക്കല്ല. ആർ യു ഹാപ്പി? ഓ ഹല്ലേലൂയ. ലോത്തിൻ്റെ കാലത്തും ജീവിച്ചിരുന്ന ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ലോത്തിൻ്റെ കാലത്തും ജീവിച്ചിരുന്ന ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. സ്തോത്രം. ലോകത്തിന് മുഴുവൻ ഇരുട്ടായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്തോത്രം വെളിച്ചമായിട്ടാണ്. ലോകത്തിന് മുഴുവൻ സ്തോത്രം അതേ കയ്പായിരിക്കാം, പക്ഷേ അതിൻ്റെ നടുവിൽ നിങ്ങൾ അതേ ലോകത്തിൻ്റെ ഉപ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒഴുക്ക് സമൂഹത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, സമൂഹത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങോട്ടാണ്. ഒരിക്കൽ കൂടെ, സമൂഹത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങോട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗമല്ല സമൂഹം ചോദിക്കുന്നത്, സഭ പോലും ചോദിക്കുന്ന നിങ്ങളുടെ പ്രസംഗമല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപവാദം പറയുന്ന ചേച്ചിമാരുടെ നടുവിൽ, ചതിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ, കല്ലറിയുന്ന ജീവിതങ്ങളുടെ നടുവിൽ കുഞ്ഞാടിൻ രക്തത്താലും ജീവിതമെന്ന സാക്ഷ്യത്തിൻ്റെ വചനത്താലും ജീവിച്ച് കാണിച്ചു കൊടുക്കുക. സാത്താൻ തിരുവനന്തപുരത്ത് വാലും ചുരുട്ടി ഓടുന്നത് നിനക്ക് കാണുവാൻ തൊക്കണം കഴിയുക. ശബ്ദമുയർത്തി കരങ്ങളെ അടിച്ച് ശക്തിയോടെ ജനം ദൈവത്തെ സ്തുതിച്ചാടും. ഹല്ലേലൂയ. കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷികൻ വചനത്താലും ശത്രുവിനെ ജയിച്ചാട്. കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിയൻ വചനത്താലും. സ്തോത്രം. സോ ലോത്തിൻ്റെ കാലത്തും മുഴുവൻ പാപമാണോ? ഭൂരിപക്ഷം പാപമാണ് ഞാൻ സംബന്ധിച്ചു. പക്ഷേ അതിൻ്റെ നടുവിലും ഒരു അബ്രഹാമിനെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സോ ലെറ്റ് us കമ്പയർ അബ്രഹാമും ലോത്തും തമ്മിലുള്ള കമ്പാരിസൺ. എൻ്റെ കർത്താവേ സ്തോത്രം, ഇത്രയും സമയം പോയി. 7 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. അബ്രഹാമിൻ്റെ പ്രത്യേകത എന്താണ്? 11-ാം അധ്യായം നോക്കുമ്പോൾ അബ്രഹാമും ലോത്തും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യവും 31-ാം വാക്യവും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 27-ാം വാക്യവും 31-ാം വാക്യവും. തേരഹിൻ്റെ വംശപാരമ്പര്യമാവത് തേരഹ അബ്രഹാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരോൻ ലോത്തിനെ ജനിപ്പിച്ചു. അപ്പോൾ മനസ്സിലായല്ലോ, അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനായിരുന്നു ആര്?
സ്തോത്രം. ലോത്ത്. അബ്രഹാമിൻ്റെ അനന്തരവനായിരുന്നു, അല്ലേ? നെഫ്യൂ അനന്തരവനായിരുന്നു. ആര്? ലോത്ത്. സ്തോത്രം. അബ്രഹാമിൻ്റെ അനന്തരവനാണ് ലോത്ത്. 31 നോക്കിയേ. 31 വാക്യം വായിക്കുമ്പോഴും തേരഹ തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അവിടെയും നിങ്ങൾക്ക് കാണാൻ തൊക്കണം കഴിയും. ലോത്ത് ആരാണ്? എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് വായിക്കാത്തത്. ലോത്ത് ആരാണ്? അബ്രഹാമിൻ്റെ സ്തോത്രം അതെ നെഫ്യൂ ആണ്, അഥവാ സഹോദരൻ്റെ പുത്രനാണ്, അനന്തരവനാണ്. ഒരു കമ്പാരിസൺ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. സ്തോത്രം. അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടു. സംശയമുണ്ടോ? അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം നൽകിയിരുന്ന 7 അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വിളിയും നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. 1-ാം വാക്യം മുതൽ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. മതി. 2-3 വാക്യങ്ങളിൽ 7 അബ്രഹാമിക് കവനൻ്റ് അല്ലെങ്കിൽ 7 അബ്രഹാമിക് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. 12-1 നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു അബ്രഹാം. നിങ്ങളുടെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്തല്ല, ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു കമ്പാരിസനായി ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കാം. ഇടതുവശത്ത് അബ്രഹാം, വലതുവശത്ത് സ്തോത്രം ലോത്ത്. ഒരു കമ്പാരിസൺ, ഒരു ടേബിൾ പോലെ എഴുതി ഒട്ടിച്ച് എപ്പോഴാണോ കറി വെക്കുന്നത്, സ്തോത്രം അതെ ഫ്രിഡ്ജ് തുറക്കുന്നത്, അങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ എഴുതി ഒട്ടിച്ചാൽ എന്ത് ചെയ്യാം? ഇതെല്ലാം കാണാതെ പഠിക്കാൻ പറ്റും. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പാശ്ചാത്യരുടെ ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെയുള്ള കമ്പാരിസൺ സ്തോത്രം എഴുതി ഒട്ടിച്ച് എപ്പോഴും നോക്കി അവരിങ്ങനെ ഹൃദയസ്ഥമാക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിന് മുൻപിൽ എപ്പോഴും പട്ടമായി, തിരുവചന പ്രകാരം പട്ടമായി വെച്ചിരിക്കുന്ന എന്താണ്? പട്ടം മറ്റേ പറക്കുന്ന പട്ടമല്ല ഞാൻ പറഞ്ഞത്, കണ്ണിന് മുകളിൽ വെച്ചിരിക്കുന്ന എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കാം. ഇടതുവശത്ത് അബ്രഹാം, മറ്റേ ടേബിൾ അല്ല ഞാൻ പറഞ്ഞ ഒരു സ്തോത്രം ഒരു പട്ടിക ഉണ്ടാക്കാം. ഇടതുവശത്ത് അബ്രഹാം, വലതുവശത്ത് ലോത്ത്. അപ്പോൾ അബ്രഹാം എന്ന് എഴുതിയിട്ട് പോയിന്റ് നമ്പർ 1, ഒന്നാമത്തെ പോയിൻ്റായി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കോൾ ബൈ ഗാഡ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു അബ്രഹാം. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു അബ്രഹാം. അപ്പോസ്തലർ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോഴും സ്തെഫാനോസ് പറഞ്ഞു, അന്ന് പണ്ട് ഹാരാനിൽ വെച്ച് തേജോമയനായ ദൈവം ആർക്ക് പ്രത്യക്ഷനായി? അബ്രാമിന് പ്രത്യക്ഷനായി. സ്തോത്രം. തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, എവിടെയാണോ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുന്നത് അത് ചുമ്മാ വരത്തില്ല, ഒരു ഉദ്ദേശമുണ്ട്. അപ്പോസ്തലർ 7:2 നോക്കി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തന്നെ ആരാണ് പ്രത്യക്ഷനായത്? തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടാണ് അബ്രഹാം ഇറങ്ങിയത്. ഒരിക്കൽ കൂടെ, തേജോമയനായ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് അവൻ ഇറങ്ങിയത്. ഞാനിങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് ചിന്തിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തേജോമയനായ ദൈവം തേജസ്സിൽ വെളിപ്പെട്ടു. ഒരു സൂര്യനെ പോലെ, സൂര്യനല്ല, സൂര്യനേക്കാളും 10,000 മടങ്ങ് തേജസ്സുള്ളവനാണ് ദൈവം. ഒരിക്കൽ കൂടെ, സൂര്യന് ഇത്രയും തേജസ് ഉണ്ടെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ചവന് എത്ര വലിയ തേജസ്സായിരിക്കും. അപ്പോൾ ആ തേജോമയനായ ദൈവത്തിൻ്റെ തേജസ്സിലായിരുന്നു അബ്രഹാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അബ്രഹാം നടന്നുകൊണ്ടിരുന്നത് തേജോമയനായ ദൈവത്തിൻ്റെ തേജസ്സിലാണ് നടന്നിട്ടിരുന്നത്. പക്ഷേ ലോത്ത് വന്ന് അബ്രഹാമിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ലോത്തിൻ്റെ ഡയറക്റ്റായി ദൈവവുമായി എൻകൗണ്ടർ ഇല്ല. നേരിട്ട് ദൈവവുമായി ബന്ധം ആർക്കില്ല? ലോത്തിനില്ല. ലോത്ത് ഇറങ്ങിയത് ഈ അബ്രഹാമിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. നിങ്ങളുടെ വീടുകളിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിലൂടെ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതായ ജനം നിങ്ങളെപ്പോലെ കൈയടിക്കാൻ ശ്രമിക്കും, നിങ്ങളെപ്പോലെ സ്തോത്രം പറയാൻ ശ്രമിക്കും, നിങ്ങളെപ്പോലെ ആരാധിക്കാൻ ശ്രമിക്കും. ഞാൻ 2 സഹോദരിമാർ ഓർക്കുന്നു. സ്ഥലവും രാജ്യവും സ്ഥാനവും ഒന്നും ഞാൻ പറയത്തില്ല. അതേ സ്തോത്രം. ഒരു ചേച്ചി ഇരുന്ന് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന് വേറൊരാളും ഹല്ലേലൂയ എന്ന് പറയും. 2 സയമീസ് ഇരട്ടകളെ പോലെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നീണ്ടു നിൽക്കത്തില്ല. ഒരിക്കൽ കൂടെ, ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരത്തില്ല മക്കളെ. പുസ്തകത്തിലുള്ളതാണ്, ഇരുമ്പും കളിമണ്ണും ചേരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതുവരെയും പണ്ടാണെങ്കിൽ ഹല്ലേലൂയ 2 പേരും ഒരുപോലെ ഇരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ആത്മീയത്തിൽ വളർന്നപ്പോൾ, ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, ആത്മീയത്തിൽ വളർന്നപ്പോൾ 2 പേരുടെയും ഐഡൻറ്റിറ്റി വ്യത്യസ്തമായി വെളിപ്പെട്ടു. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. 2 പേരുടെ ഐഡൻറ്റിറ്റി. ആദ്യമൊക്കെ അവരുടെ ആരംഭത്തിൽ ഈ ചേച്ചിയെ കോപ്പി ചെയ്യാൻ വേണ്ടി മറ്റേ ചേച്ചി ആഗ്രഹിച്ചു. നത്തിങ് റോങ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആ കണ്ടുപിടുത്തം നിന്നിട്ട് അവിടെ ഒറിജിനാലിറ്റി ദൈവകൃപയാൽ വെളിപ്പെട്ടു. അത് ക്രിസ്തുവിൽ നിങ്ങൾ വളരുന്നത് കൊണ്ടാണ്.
കർത്താവിൽ നിങ്ങൾ വളരുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ പുള്ളിയുണ്ടല്ലോ, ഈ പുള്ളി അബ്രഹാമിനെ നോക്കിയാണ് ഈ പുള്ളി നടന്നത്. അബ്രഹാം നടന്നത് നീതി സൂര്യനിലാണ് നടന്നത്, അല്ലെങ്കിൽ ദൈവ തേജസ്സിലാണ് അബ്രഹാം ചലിച്ചത്, ദൈവ തേജസ്സിലാണ് നടന്നത്. പക്ഷെ ലോത്ത് നടന്നത് നിലാവിലാണ് നടന്നത്. അബ്രഹാം നടന്നത് സൂര്യൻ്റെ പ്രകാശത്തിലാണ് നടന്നത്, ലോത്ത് നടന്നത് നിലാവിലാണ് നടന്നത്. എന്തോ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ചന്ദ്രന് തനിയെ പ്രകാശിപ്പാൻ ശക്തിയില്ല. ചന്ദ്രൻ, മറ്റേ താഴത്തെ ചന്ദ്രൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മൂൺ. സ്തോത്രം. അതെ, ചന്ദ്രന് സ്തോത്രം സ്വയം പ്രകാശിപ്പാൻ അതിന് ശക്തിയില്ല. സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ നിലാവ്. സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ. സോ ഇതുപോലെ ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ, ഈവൻ സഭയുടെ സ്തോത്രം പ്രതിഫലനത്തിലല്ല വിശ്വാസി നടക്കേണ്ടത്. വല്ലവൻ്റെയും പ്രതിഫലത്തിലല്ല, വല്ലവൻ്റെയും നിലാവിലല്ല നിങ്ങൾ നടക്കേണ്ടത്. നിങ്ങൾ നടക്കേണ്ടത് പാസ്റ്ററിൻ്റെ നിലാവിലാകല്ല. നിങ്ങൾ നടക്കേണ്ടത് നീതി സൂര്യൻ്റെ പ്രകാശത്തിലായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. ഓ ഹല്ലേലൂയ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഇൻ്റർപ്രിട്ടേഷൻ. എക്സ്ട്രാ പൈസ വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ബിൽഡിംഗ് ഫണ്ടിന് എന്തെങ്കിലും കൊടുത്താൽ മതി. സ്തോത്രം. നോക്കണം. അതെ, നിങ്ങൾ നടക്കേണ്ടത് അതെ കർത്താവിൽ നേരിട്ടാണ്. ലോത്ത് കർത്താവുമായി ഡയറക്റ്റ് കറക്ഷനിലായിരുന്നു എങ്കിൽ ഈ ഗതികേട് ലോത്തിനൊരിക്കലും വരത്തില്ലായിരുന്നു. ലോത്തിൻ്റെ തലമുറ നശിക്കത്തില്ലായിരുന്നു. ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി ബോധം കെട്ട് കിടന്ന മോവാബിയ വംശം സ്തോത്രം ജനിക്കത്തില്ലായിരുന്നു. അതെ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നടക്കേണ്ടത് വല്ല ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ പാസ്റ്ററിയോ പ്രവാചകൻ്റെയോ അതേ ജ്വലനത്തിലല്ല നടക്കേണ്ടത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ 10 കന്യകമാരെക്കുറിച്ച് തിരുവചനം പറയുന്നു. 5 എണ്ണം ബുദ്ധിയുള്ളത്, 5 എണ്ണം ബുദ്ധിയില്ലാത്തത്. ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്തു? ബുദ്ധിയില്ലാത്തവർ വേറെ വല്ലവരുടെയും എണ്ണയിൽ നടക്കാൻ ആഗ്രഹിച്ചു. അതാണ് കാര്യം. വല്ലവൻ്റെ എണ്ണയിൽ ഓടല്ല, വല്ലവൻ്റെ അഭിഷേകത്തിൽ ഓടരുത്. ഓ, ഒരിക്കൽ കൂടെ, വല്ലവരുടെ എണ്ണയിൽ ഓടല്ല. എല്ലാവരും ഇത് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? വല്ലവരും എങ്കിൽ പിന്നെ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ നന്നായി പോകത്തില്ലയോ? ബൈബിൾ സ്റ്റഡിക്ക് വന്നാൽ നന്നായി പോകത്തില്ലയോ? അതുകൊണ്ട് വരത്തില്ല. സ്തോത്രം. അതെ, ചിലർ കൈയടിക്കത്തില്ല. കാരണം കൈയടിച്ചാൽ അതെ ദുഷ്ടൻ ഓടിപ്പോകത്തില്ല, നന്നായി പോകത്തില്ല. ചിലത് ആരാധിക്കത്തില്ല, ആരാധിച്ചാൽ നന്നായി പോകത്തില്ലയോ? ചിലർ കൂട്ടായ്മയിൽ വരത്തില്ല, വന്നാൽ നന്നായി പോകത്തില്ലയോ? ചിലത് കൊടുക്കത്തില്ല, കൊടുത്താൽ നന്നായി പോകത്തില്ലയോ? അപ്പോൾ ജഗത്താൻ സ്തോത്രം. അതെ, പലതിന് ഈ ആരോഗ്യമുള്ള ദൈവസഭയെ കാണണമെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കും ബൈബിൾ സ്റ്റഡിക്കും വന്ന് നോക്കിയാൽ മതി. ഒരിക്കൽ കൂടെ, ആരോഗ്യമുള്ള വിശ്വാസികളെ കാണണമെങ്കിൽ ഉപവാസ പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും നോക്കിയാൽ മതി. കരങ്ങൾ ഉയർത്തി ആരോഗ്യമുള്ള എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ്. സോ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അബ്രഹാം ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് വിളി കേട്ടിറങ്ങി. ലോത്ത് അങ്ങനെയല്ല ഇറങ്ങിയത്, അബ്രഹാമിനെ കണ്ടിറങ്ങി. വല്ലവനെയും കണ്ടല്ല ഇറങ്ങേണ്ടത്. അവർ ചെയ്യുന്നത് പോലെ നമുക്കും ചെയ്യാം, ആ ചർച്ച ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാം, ആ ചേച്ചി ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാം, ആ ശുശ്രൂഷ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാം എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിനും ഗൂഗിളും പരത്തി മറ്റുള്ളവരെ കോപ്പി പേസ്റ്റ് ചെയ്യല്ല. സ്തോത്രം. നീ വല്ലവരുടെയും ഛർദില്ല. കമാൻ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുമ്പോൾ വല്ലവൻ തിന്നതിൻ്റെ എച്ചിലല്ല നീ തിന്നരുത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സൺഡേ സ്കൂളാകട്ടെ, യൂത്ത് മീറ്റിംഗ് ആകട്ടെ, സ്തോത്രം, വിമൻസ് ഫെലോഷിപ്പ് ആകട്ടെ, മെൻസ് ഫെലോഷിപ്പ് ആകട്ടെ, ബിൽഡിംഗ് ഫണ്ട് ആകട്ടെ, സഭായോഗമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വല്ലവൻ്റെ നിഴലിലല്ല നടക്കേണ്ടത്. നിഴലാണെങ്കിൽ ചുറ്റും ഇരുട്ടായിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചമാണെങ്കിൽ പകൽ ഉള്ളിടത്തോളം അയച്ചവൻ്റെ വേല നാം ചെയ്യേണ്ടതാകുന്നു. പകൽ ഉള്ളിടത്തോളം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പകൽ ഉള്ളിടത്തോളം. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, പകൽ ഉള്ളിടത്തോളം. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിട്ടാണ് നടന്നത്. നമുക്കും അവണ്ണം തന്നെ നടക്കാം. സ്തോത്രം. അബ്രഹാമിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലോത്തിൻ്റെ കാലത്ത് ലോത്ത് ഒരൊറ്റ ഓൾട്ടർ പോലും പണിതില്ല. ലോത്ത് ഒരൊറ്റ സ്തോത്രം യാഗപീഠം പണിതില്ല. ലോത്ത് ഒരൊറ്റ യാഗപീഠം പണിതതായി വേദപുസ്തകത്തിൽ പറയുന്നില്ല. സ്തോത്രം. ബട്ട് അബ്രഹാം വാസ് ആൻ ഓൾട്ടർ ബിൽഡർ. അബ്രഹാം സ്തോത്രം യാഗപീഠം പണിതവനായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് HW രണ്ടാമത്തെ ഹോംവർക്ക് ഞാൻ തരികയാണ്. അബ്രഹാം എവിടെയൊക്കെ യാഗപീഠം പണിതെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല, നിങ്ങൾ സ്തോത്രം കണ്ടുപിടിക്കണം. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഞായറാഴ്ച സ്തോത്രം വരുമ്പോൾ അബ്രഹാം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് യാഗപീഠം പണിതതെന്ന് പറയുന്നവർക്ക് ഞാനല്ല, ജോൺ ബോസ്കോ ബ്രദർ മുട്ടായി മേടിച്ചു തരും.
ഞാൻ പറഞ്ഞിട്ട് റിയലി കുറച്ച് മുട്ടായി കൊണ്ടുവരണം കേട്ടോ. കുറച്ച് മുട്ടായി മേടിച്ച് ഞായറാഴ്ച കാരണം ഉള്ള എല്ലാവരും ഓൺലൈനിൽ കേൾക്കുന്നവരും അബ്രഹാം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആൾട്ടർ പണിതത്? ബഥേലാണോ? സ്തോത്രം. അതുപോലെ മമ്രയുടെ തോപ്പിലാണോ? ഇതുപോലെ എവിടെയൊക്കെയാണ് അബ്രഹാം ആൾട്ടർ പണിതത്? ആ ആൾട്ടർ പണിതത്, യാഗപീഠം പണിതത് എന്ന സ്ഥലങ്ങൾ വിത്ത് റെഫറൻസ്. ചുമ്മാ എഴുതി കൊണ്ടുവന്ന് കേശവദാസപുരം, പട്ടം, പ്ലാമൂട് എന്ന് എഴുതി കൊണ്ടുവന്നാൽ അതെ, സ്തോത്രം, ഞാൻ ഒരിക്കലും അതെ നിങ്ങൾക്ക് മുട്ടായി തരത്തില്ല. പക്ഷേ വിത്ത് റെഫറൻസ്. ആരോ പറഞ്ഞു ഗൂഗിളിൽ നോക്കിയാൽ മതി, കിട്ടും. എന്നെ പറ്റിക്കാം, കർത്താവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. എങ്കിൽ ഞാൻ തരുന്ന ആ മുട്ടായി വയറിളക്കുന്ന ഗുളിക പോലെയായിരിക്കും. അതുകൊണ്ട് ആ ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ബൈബിൾ വായിക്കണം. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞ് യേസ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അബ്രഹാമിൻ്റെ ആ പറഞ്ഞത് എന്നെ കണ്ട് പറഞ്ഞിട്ടേ പോകാം, സ്തോത്രം. അപ്പോൾ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഹി വാസ് ആൻ ഓൾട്ടർ ബിൽഡർ. അവന് യാഗപീഠം പണിതവനായിരുന്നു. പക്ഷേ ലോത്ത് ഒരിക്കൽ പോലും ആ യാഗപീഠം പണിതതായി നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിയത്തില്ല. അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ലോത്ത് ആരാധിക്കുന്നവനല്ല, അബ്രഹാം ആരാധന വീരനായിരുന്നു. ഞാൻ ആ വാക്ക് അങ്ങനെ കടത്തി പറഞ്ഞതാ. അവൻ ആരാധിക്കുന്നവനല്ല, ആരാധന വീരനായിരുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ അവനൊരു ക്രേസായിരുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു ക്രേസാണ്. നിങ്ങളുടെ ലൈഫിൽ അതുണ്ടാകണം. ആരാധന എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്സവം എന്ന് തന്നെ നിങ്ങൾ എണ്ണണം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ, കൂടിവരവെന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് ഞായറാഴ്ച മാത്രം ആരാധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നോ, ഞായറാഴ്ച മാത്രമെന്നല്ല. യേസ്, ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവമായി തീർക്കണം. വീട്ടിൽ മടക്കാത്ത ഒരു പായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ആരാധിച്ചു നോക്കണം. അവസ്ഥ എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി. എവിടെ ആരാധിക്കും അവിടെ സാന്നിധ്യം ഇറങ്ങി വരും. എവിടെ ആരാധനയുണ്ടോ അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കും, ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ 3 മാസം കഴിയുമ്പോൾ നിൻ്റെ വീടിൻ്റെ അനുഗ്രഹം അങ്ങ് ദൂരെ പ്രസിദ്ധമായിരിക്കും. ഒബൈദോദോമിൻ്റെ വീട്ടിൽ 3 മാസം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് പെട്ടകൊണ്ടായിരുന്നപ്പോൾ അങ്ങ് ദൂരെ ഇരുന്ന് ദാവീദ് അറിഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വീടിൻ്റെ മുഴുവൻ കെട്ടും അഴിഞ്ഞിരിക്കും. വാ തുറന്ന് കരങ്ങളടിച്ച് മുട്ടിന്മേൽ നിന്ന് കരങ്ങളടിച്ച് അന്യഭാഷയിൽ വീട്ടിലിരുന്ന് ആരാധിക്കണം. ആ വീടിൻ്റെ എല്ലാ റൂമുകളിലും ആരാധനയുടെ ധ്വനി മുഴങ്ങണം. എല്ലാ പാരമ്പര്യ കെട്ടുകൾ, എല്ലാ ശാപങ്ങളും തകരണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിൻ്റെ വീട്ടിൽ അണയാത്ത ഒരു ആൾട്ടർ ഉണ്ടായിരിക്കണം. നിൻ്റെ വീട്ടിൽ അണയാത്ത ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ശാപം നിൽക്കത്തില്ല, അവിടെ ബന്ധനം നിൽക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ആലപ്പുഴ പറഞ്ഞതുപോലെ ഒരു ദിവദാസനും സ്തോത്രം വന്ന് ശാപം മുറിക്കുന്ന പരിപാടി വേദപുസ്തകത്തിലില്ല. ശാപങ്ങളെ തകർക്കുന്നവൻ കർത്താവാണ്. അപ്പൻ്റെ ശാപം, അമ്മയുടെ ശാപം, പാരമ്പര്യ ശാപം, ജാതി ശാപം, അത് ദേശ ശാപം, എന്തോ ശാപമുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അതിനെ മുറിച്ചു മാറ്റി അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി നിൻ്റെ ജീവിതത്തെ ദൈവം തീർക്കും. അതുകൊണ്ട് യാഗപീഠം പണിയുന്നവരായിരിക്കും. അബ്രഹാം യാഗപീഠം പണിതു എന്ന സ്ഥലം ഞാൻ പറയത്തില്ല, സ്ഥലം നിങ്ങൾക്ക് ഹോംവർക്കാണ്. അബ്രഹാം യാഗപീഠം പണിതെന്ന് 12:7 പറയുന്നു, ഉൽപ്പത്തി 12:7 പറയുന്നു, 12:8 പറയുന്നു, 13:18 പറയുന്നു, 22:9 പറയുന്നു. 4 റെഫറൻസ് ഞാൻ പറയുന്നു. ഞാൻ ദയുള്ള ഒരുത്തനായിപ്പോയി, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. 12:7 പറയുന്നു, 12:8 പറയുന്നു, 13:18 പറയുന്നു, 22:9 പറയുന്നു. സ്തോത്രം. അതെ, ഈ സ്ഥലങ്ങളിൽ അത്രയും അബ്രഹാം എന്ത് ചെയ്തു? സ്തോത്രം. മുട്ടായി കിട്ടാൻ ആവേശത്തോടെ എഴുതിയെടുക്കുന്ന നോക്ക്. മുട്ടായി കിട്ടാൻ സ്തോത്രം. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. 12:7, 13:8, 12:7, 12:8, 13:18, 22:9. സ്തോത്രം. മാത്രമല്ല വേറെ എവിടെയൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തിയിൽ മാത്രമല്ല വേറെ എവിടെയൊക്കെയോ എഴുതിയിട്ടുണ്ട്. 66 പുസ്തകം നന്നായിട്ട് വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അത് അണ്ടർലൈൻ കൂടെ ചെയ്യണം കേട്ടോ, അണ്ടർലൈൻ കൂടെ ചെയ്യണം. എന്നിട്ടൊരു ബുക്കിൽ ആ വാക്യം പകർത്തി എഴുതണം, എന്നാലേ മുട്ടായി കിട്ടത്തുള്ളൂ. നന്നാകുമെന്നോ നോക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കൊണ്ടുവന്ന് കാണിച്ചാലേ പിന്നെ അല്ലേ മുട്ടായി കിട്ടത്തുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ സ്വന്തമായിട്ട് മുട്ടായി മേടിച്ച് കഴിക്കത്തേ ഉള്ളൂ. സ്തോത്രം. വരുന്നവർക്ക് പ്രോത്സാഹനമായി മുട്ടായി ഉണ്ടായിരിക്കും. സന്തോഷമുണ്ട്. ഞാൻ ക്രൂരനല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക്. സ്തോത്രം. അപ്പോൾ നോക്ക് സ്തോത്രം. അബ്രഹാം ആരായിരുന്നു? അവൻ ആരാധന വീരനായിരുന്നു. ഓൾട്ടർ ബിൽഡർ.
നമ്മൾ ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ അയ്യോ ഈ പോസ്റ്റ് ഓഫീസ് നമ്മൾ വന്ന വഴിക്ക് നേരത്തെ കണ്ടതാണ്, ഈ ചായക്കട ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ പല ലാൻഡ് മാർക്കുകൾ നമ്മൾ പറയാറുണ്ട്. ഈ മരം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, ശരിയായ വഴിയിലാണ് പോകുന്നത്. പല ലാൻഡ് മാർക്കുകൾ, പല സ്തോത്രം അടയാളങ്ങൾ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഇതുപോലെ അബ്രഹാം ഏത് വഴിക്ക് പോയെന്ന് മരവും സ്തോത്രം ചായക്കടയും ഒന്നും നോക്കിയല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാഗപീഠം എവിടെയുണ്ടോ, യാഗപീഠം എവിടെയുണ്ടോ, അതിനർത്ഥം നമുക്ക് മുൻപായി ആര് പോയിട്ടുണ്ട്? അബ്രഹാം പോയിട്ടുണ്ട്. യാഗപീഠം എവിടെയുണ്ടോ അതിനർത്ഥം സ്തോത്രം ആരാധന നടന്നിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിൻ്റെ തലമുറ നിനക്ക് പിന്നാലെ വരുന്നുണ്ട് കുഞ്ഞേ, നിൻ്റെ തലമുറ നിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നിൻ്റെ തലമുറ എഴുന്നേറ്റ് പറയണം, എൻ്റെ പപ്പൻ ഇവിടെ ആരാധിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ ഇവിടെ ആരാധിച്ചിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നീ ചുമക്കുന്നതായ നിന്നേക്കാൾ വലിയൊരു അനുഗ്രഹം നിൻ്റെ തലമുറ ചുമക്കണമെങ്കിൽ യു സപ്പോസ് ടു ബി ദ ഓൾട്ടർ ബിൽഡർ. നീ ആരായിരിക്കണം? സ്തോത്രം, നീ യാഗപീഠം പണിയുന്നവനായിരിക്കണം. സോ അബ്രഹാമിനെ കുറിച്ച് ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അബ്രഹാമിൻ്റെ അക്കൗണ്ടിൽ കുറേ ആരാധന ദൈവം കണ്ടു. അബ്രഹാമിൻ്റെ അക്കൗണ്ടിൽ കുറേ ആരാധന ദൈവം കണ്ടു. നിൻ്റെ ഓരോരുത്തരുടെ അക്കൗണ്ടിലും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് പറയട്ടെ കുറേ ആരാധന. എൻ്റെ മകളുടെ പേരിൽ കുറച്ച് ആരാധനയുണ്ട്, എൻ്റെ മകളുടെ പേരിൽ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം നിൻ്റെ മക്കൾ നാളെ എഴുന്നേറ്റ് എന്ന് ആരാധിക്കുമ്പോഴും അവരുടെ നീതിയിൽ മാത്രമല്ല നിൻ്റെ നീതി നിമിത്തം, നീ നിമിത്തം നിൻ്റെ തലമുറ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം നമ്മൾ പറയാറുണ്ട്, അപ്പന്മാർ ദൈവത്തെ സേവിച്ചതുകൊണ്ട്, അമ്മമാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചത്. എൻ്റെ താക്കോലാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. നിങ്ങൾ നിമിത്തം നിൻ്റെ തലമുറ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെടും. ലോത്തിൻ്റെ തലമുറ ശപിക്കപ്പെട്ടു, കാരണം സ്തോത്രം ഇവിടെ ആരാധനയുടെ അക്കൗണ്ട് കാര്യമായിരുന്നു. പക്ഷെ നിൻ്റെ തലമുറ ഭിക്ഷാപാത്രം എടുക്കത്തില്ല, നിൻ്റെ തലമുറ ഒരിക്കലും കുതിരവട്ടത്തും ഊളംപാറയിലും കയറത്തില്ല, നിൻ്റെ തലമുറ ഒരിക്കലും തകർന്നു പോകത്തില്ല, നിൻ്റെ തലമുറയെ തൊടുവാൻ തിന്മയുടെ ആയുധങ്ങൾക്കും സാത്താനും ഒരിക്കലും കഴിയത്തില്ല. കാരണം നീ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ടാണ്. കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. മൂന്നാമത് അബ്രഹാമിൻ്റെ പ്രത്യേകത, അബ്രഹാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നവനായിരുന്നു. പക്ഷേ ലോത്ത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനായിരുന്നു. സ്തോത്രം. ലോത്ത് എന്ത് കിട്ടും എന്ന് പറയുന്നവനായിരുന്നു. ആദ്യം ലോത്തിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വന്നേ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ നോക്കി. അപ്പോൾ എല്ലാവരും വായിച്ചേ. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് യഹോവ സൊദോമിനെയും ഗോമേരെയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയായിരുന്നു. മിസ്രൈം ദേശം എന്ന് പറയുന്നത് അവിടെ ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരുന്നു. അവിടെ നഴുകുന്ന യൂഫ്രട്ടീസ് ഒഴുകിയത് ഇറാഖിലാണ്. സ്തോത്രം. മിസ്രൈമിൽ ഒഴുകിയത് നദിയാണ്. ഇസ്രൈമിൽ ഒഴുകിയത് നൈൽ നദിയാണ്. ഇസ്രൈമിൽ ഒഴുകിയത് നൈലാണ്. സ്തോത്രം. ആശയം എന്നാണ്, നദിയുടെ സാന്നിധ്യമാണ് അവിടെ സമൃദ്ധി കൊണ്ടുവന്നത്. നദിയുടെ സാന്നിധ്യമാണ് സമൃദ്ധി കൊണ്ടുവന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ അവിടെ വേദപുസ്തകം പറയുന്നു, നദി ഒഴുകി അവിടെ പൊന്ന് വിളയുന്നു. ഓ കമാൺ. അപ്പം നദിയുടെ സ്പർശനം അവിടെ സമൃദ്ധി കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ നദിയാകുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഒഴുകിയാൽ അവിടെ ഭിക്ഷാപാത്രമല്ല, അവിടെ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആത്മീയ ഭൗതിക സമൃദ്ധി ഉണ്ടായിരിക്കും. സ്തോത്രം. ഇവിടെ ഇതാ നീരോട്ടമുള്ള ഒരു സ്ഥലം, അത് ഏതേൻ തോട്ടത്തിൻ്റെ തത്തുല്യമാണ് എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് യഹോവയുടെ തോട്ടം. യഹോവയുടെ തോട്ടം എന്ന് പറഞ്ഞാൽ സ്തോത്രം എവിടെയാണ് യഹോവയുടെ തോട്ടം? ഏതേൻ തോട്ടം. ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് നിന്നാലേ, ഇന്ന് ആ ചാവക്കടലിൻ്റെ ആ സൈഡ് ചെന്ന് നിന്നാൽ മരുഭൂമിയിൽ എൻ്റെ ദൈവമേ അങ്ങേയറ്റത്തെ ചൂടാണ്. നിങ്ങൾ ഇസ്രായേലിലേക്ക് ഒരു യാത്ര കടന്നു പോയാൽ നിങ്ങൾ സന്ദർശിക്കുന്ന പിൽഗ്രിം സെൻറ്റേഴ്സ് ആത്മീയമായി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ സൊദോം ഗൊമോറയുടെ സ്ഥലം. സ്തോത്രം. ക്ലൈമറ്റ് ടോട്ടലി മാറിപ്പോയി, കാരണം പാപം അത്ര വലുതാണ്. പാപം എവിടെ വരുന്നു അവിടെ ശാപമുണ്ട്. ക്ലൈമറ്റ്, അന്തരീക്ഷമേ മാറിപ്പോയി. അവിടെ ഭയങ്കര ചൂടാണ്. യെരുശലേമിനേക്കാൾ, യെരിഹോവിനേക്കാൾ, മറ്റേതൊരു സ്ഥലത്തേക്കാളും അതിരൂക്ഷമായ, സഹിക്കാൻ കഴിയാത്തതായ സ്തോത്രം അതേ സ്ഥലമാണ്. പക്ഷെ പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ടത് ഏതേൻ തോട്ടത്തിന് തത്തുല്യം ആയിരുന്നു ആ സ്ഥലം. അങ്ങനെ നീരോട്ടമുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. പക്ഷേ അബ്രഹാം എങ്ങനെയായിരുന്നു? 8-9 വാക്യം, അതിന് മുമ്പിലത്തെ വാക്യം 8-9 വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിൻ്റെ മുൻപാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ
ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാമെന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോഴാണ് ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത്. എനിക്ക് പറയാനുള്ള പോയിൻ്റ് ഇതാണ്. സ്തോത്രം. അതെ, ലോത്തിൻ്റെ കാലം. ലോത്ത് ഏത് നന്മ കണ്ടാലും തട്ടിയെടുക്കും, ഏത് നന്മ കണ്ടാലും തട്ടിയെടുക്കും. പക്ഷേ അബ്രഹാമിൻ്റെ പ്രത്യേകത, അബ്രഹാം വിട്ടുകൊടുക്കും. അബ്രഹാം വിട്ടുകൊടുക്കും. അബ്രഹാം വിട്ടുകൊടുക്കും, ലോത്ത് തട്ടിയെടുക്കും. അബ്രഹാം വിട്ടുകൊടുക്കും, ലോത്ത് തട്ടിയെടുക്കും. കയ്യുയർത്തണ്ട. ഇന്നും ചർച്ചിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇന്നും ചർച്ചിൽ അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം. ഏതവൻ്റെ നന്മയുണ്ടോ തട്ടിയെടുക്കണം എന്ന് പറയുന്നത് തട്ടിപ്പുകാർ. തട്ടിയെടുക്കുന്നവൻ്റെ പേരാണ് തട്ടിപ്പുകാർ. സ്തോത്രം. തട്ടിയെടുക്കണം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്. മത്തായി സുവിശേഷം 5:40. മത്തായി സുവിശേഷം 5:40 കർത്താവ് പറഞ്ഞതായ ആത്മീയൻ്റെ ലക്ഷണമാണ് ഞാൻ പറയുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. 5-ാം അധ്യായം 40-ാം വാക്യം. സ്തോത്രം. നിന്നോട് വിവരിച്ച് നിൻ്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവൻ എന്തുകൂടെ കൊടുക്കണം? നിൻ്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കണം. ശബ്ദമുയർത്തി പറഞ്ഞ മക്കളെ, എന്താണ്? വിട്ടുകൊടുക്കണം. 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 പക്ഷേ കാലം തെളിയിക്കും കേട്ടോ. ഐ എം സോറി, കാലം മാത്രമല്ല, കർത്താവും തെളിയിക്കും. ആരാ തെളിയിക്കുന്ന പറഞ്ഞാട്ടെ? രണ്ടുപേരെ തൊട്ട് പറ. കാലം മാത്രമല്ല, കർത്താവ് തെളിയിക്കും. പറഞ്ഞാട്ടെ. കാലം മാത്രമല്ല, കർത്താവ് തെളിയിക്കും. തട്ടിയെടുക്കുന്നവൻ ആരാകും? വിട്ടുകൊടുക്കുന്നവൻ ആരാകുമെന്ന് കർത്താവ് തെളിയിക്കും. കാലത്ത് നിർമ്മിച്ച കർത്താവ് തെളിയിക്കും. തട്ടിപ്പുകാർ ഇന്ന് രാത്രി വ്യക്തമായി കേൾക്കട്ടെ. ഹല്ലേലൂയ. ഉപായിമാർ ഇന്ന് രാത്രി വ്യക്തമായി കേൾക്കട്ടെ. ആര് തെളിയിക്കും? കർത്താവും തെളിയിക്കും, കാലവും തെളിയിക്കും. ഏറ്റവും നന്മ തട്ടിയെടുത്തവനും അവൻ്റെ സന്താനവും തകർക്കപ്പെട്ടപ്പോൾ, സ്തോത്രം, അബ്രഹാമിൻ്റെ സന്തതി ഇസ്രായേലായി ഇന്നും ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി പോകുന്നു. അതുകൊണ്ട് ആരെങ്കിലും, ഞാൻ ഈ ഫാഷനിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ കാരണമായത്, സ്തോത്രം, ചോദിച്ച മുഴുവനും പലർക്കും വിട്ടുകൊടുത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ച് നമുക്ക് വല്ല കുഴപ്പം വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. നല്ലൊരു ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുകയാണ്. ആ ഓഡിറ്റോറിയത്തിനകത്ത് ഒരു ബാബേൽ ടവർ പോലെ അതിനെ പണിത് വെച്ച് അതിനകത്ത് ഒരു നിമ്രോദായി ഇരിക്കുന്നതാണോ ഏറ്റവും വലുത്? ഇല്ല. ഇന്ത്യയിൽ കാണുന്നതായ മൈതാനങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആത്മാക്കളെ കൂട്ടി ദൈവത്തിൻ്റെ കൃപയാൽ അതേ സാത്താന് തലവേദന ഉണ്ടാക്കി രക്ഷയിലേക്ക് വിടുതലിലേക്കും, സ്തോത്രം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതാണ് വലുത്. ഇത് രണ്ട് വശവും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്? നിങ്ങൾക്ക് എന്താ? ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തത്തുല്യമായ ഒരു ഭാഗ്യം വേറൊന്നില്ല. ഒരിക്കൽ കൂടെ, ഇനി നിങ്ങൾക്ക് 10,000 കോടി രൂപ തന്നാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ വേറൊരു ഭാഗ്യം നിങ്ങൾക്ക് മറ്റൊന്നുമില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്നലെ ആലപ്പുഴയായിരുന്നു. നല്ല ആഹാരം കിട്ടിയില്ല. സ്തോത്രം. തിരിച്ചു വരുമ്പോൾ തട്ടുകടയിൽ കയറാമെന്ന് ചിന്തിച്ചു. കർത്താവേ, ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ളതായ ആ കായൽക്കരയിൽ നല്ല തട്ടുകട ഒന്നുമില്ലെന്ന് ഇത് അവസാനം അറിയിപ്പാകുന്നു. രാത്രി 10 മണിക്ക് ശേഷം അതുവഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തട്ടുകട ആ പ്രദേശങ്ങളൊന്നും കിട്ടത്തില്ല. ചങ്ങനാശ്ശേരിയിൽ തട്ടുകടയില്ല, തിരുവല്ലയില്ലെന്നറിയാം. സ്തോത്രം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു തട്ടുകട വേണമെങ്കിൽ സ്തോത്രം വെമ്പായത്ത് വരണം. വെമ്പായത്ത് വരുമ്പോഴേക്കും രാത്രി 1 മണിയാകും. ഒരൊറ്റ തട്ടുകട അവിടെയും തുറന്നിട്ടില്ല, അടച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഉണക്കച്ചപ്പാത്തി കഴിക്കും. സ്തോത്രം. പക്ഷേ എങ്കിലും കർത്താവ് ഇന്നലെ രാത്രി ഉപയോഗിച്ച ആ സന്തോഷം കാണുമ്പോൾ അത് ഭയങ്കര, അതാണ് നിറവ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരം. ഏറ്റെടുത്തോളം കുട്ടി, ഏറ്റെടുത്തോളം. നിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ജീസസ് ആണ്. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കണം. കുടുംബമായി എല്ലാവരും കണ്ണുനീരോടെ വീണ് കിടന്ന് പിള്ളേരടുത്ത് പറയണം, മക്കളെ, ദൈവം നമ്മെ ഉപയോഗിക്കണം. ദൈവം നമ്മെ, ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന സെക്കൻഡാണ്. ദൈവം നമ്മെ ഉപയോഗിക്കണം. സ്തോത്രം. അപ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബവും അബ്രഹാമിൻ്റെ തലമുറയും. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മെൻറ്റാലിറ്റി ഗ്രീഡിയല്ല, അത്യാഗ്രഹമല്ല. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് പറഞ്ഞു കൊടുത്തേ, അത്യാഗ്രഹം ആത്മാവിൻ്റെ ഫലമല്ല. പറഞ്ഞേ, അത്യാഗ്രഹം ആത്മാവിൻ്റെ ഫലമല്ല. ആത്മീയൻ്റെ ലക്ഷണമല്ല അത്യാഗ്രഹം. ആത്മീയൻ്റെ ലക്ഷണം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ദാഹമാണ്. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടിയുള്ള ദാഹം, ദൈവനെ ഉപയോഗിക്കണമെന്നുള്ള ദാഹം, ദൈവനെ ഉപയോഗിക്കണമെന്നുള്ള ദാഹം. കേട്ടില്ല? ഒരിക്കൽ കൂടെ, ദൈവനെ ഉപയോഗിക്കണമെന്നുള്ള ദാഹം. അതിനുവേണ്ടിയാണ് ഉപവസിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്, അതിലുപരി അതിനുവേണ്ടിയാണ് ജീവിതം സൂക്ഷിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ ഒന്നാമത് സ്തോത്രം ഞാൻ പറഞ്ഞത്, അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടു. രണ്ട്, അബ്രഹാം വന്നിട്ട് ഓൾട്ടർ ബിൽഡറായിരുന്നു, ആരാധിക്കുന്നവനായിരുന്നു. മൂന്നാമത് വിട്ടുകൊടുക്കുന്നവനായിരുന്നു. നാലാമത് അബ്രഹാം സ്തോത്രം അതെ കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു.
ഇടതുവശത്തെ പട്ടികയിൽ എഴുതേണ്ടത് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. എബ്രായർ 11:9 തൻ്റെ മകനോടും തൻ്റെ കൊച്ചു മക്കളോടും കൂടെ അബ്രഹാം എവിടെ പാർത്തു? കൂടാരങ്ങളിൽ പാർത്തു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന് പോലെ ചെന്ന് വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ എവിടെ പാർത്തു? കൂടാരങ്ങളിൽ പാർത്തു. അവിടെ യേശാവിനെ എഴുതിയിട്ടില്ല. നിങ്ങൾ കണ്ടോ? യേശാവിനെ എഴുതിയിട്ടില്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് കൂടാരങ്ങൾ പാർത്തു. ഏശാവ് എവിടെയാണ്? ഏശാവ് വേട്ടക്കാരനാണ്. ഏശാവ് വീട്ടിലൊന്നും നേരെ വരത്തില്ല, മാതാപിതാക്കൾ കീഴ്പ്പെടത്തില്ല. ഏശാവ് പുറത്താണ്. സ്തോത്രം. പക്ഷേ യാക്കോബ് മാത്രമാണ് എവിടെ? വലിയപ്പച്ചനാകുന്ന സ്തോത്രം, അതെ, അല്ലെങ്കിൽ അപ്പനാകുന്ന ഇസഹാക്കിനോട് ചേർന്ന് നിന്നത്. സ്തോത്രം. അത് വേറൊരു സബ്ജക്റ്റ്. യേശാവിനെ കണ്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ദൈവം അനുഗ്രഹമായി ഇറങ്ങി വരുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നീ ഉണ്ടായിരിക്കണം. അതെൻ്റെ നോട്ടിലില്ല. ഒരിക്കൽ കൂടെ പറയാം. ദൈവ അനുഗ്രഹമായി ഇറങ്ങി വരുമ്പോൾ, അയ്യോ യേശാവ് എന്തിയെ? യേശാവിനെ കണ്ടില്ലല്ലോ, യേശാവ് മിസ് ചെയ്തോ? നോ 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 നോ. ദൈവ അനുഗ്രഹമായി ഇറങ്ങി വരുമ്പോൾ ആ സ്ഥലത്ത് നീ ഉണ്ടായിരിക്കണം. ആ സ്ഥലത്ത് ആരുണ്ടായിരുന്നു? യാക്കോബ് ഉണ്ടായിരുന്നു. പക്ഷേ യേശാവ് ആ കൂടാരത്തിലില്ല. സ്തോത്രം. നല്ല കാര്യമല്ലേ? ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ദൈവം അനുഗ്രഹമായി ഇറങ്ങി വരുമ്പോൾ ആ ബൈബിൾ സ്റ്റഡിക്ക് നീ ഉണ്ടായിരിക്കണം. ദൈവ അനുഗ്രഹമായി ഇറങ്ങി വരാൻ ആ സഭായത്തിന് നീ ഉണ്ടായിരിക്കണം. ദൈവ അനുഗ്രഹമായി ഇറങ്ങി വരുമ്പോൾ ഏത് മീറ്റിങ്ങാണോ ആ മീറ്റിങ്ങിന് നീ ഉണ്ടായിരിക്കണം. ഓരോ സമയത്ത് ദൈവം ഇറങ്ങി വരുമ്പോൾ, അയ്യോ നിന്നെ അവിടെ കണ്ടില്ല, എൻ്റെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് പോയി? ദൈവത്തിന് പോയില്ല, ദൈവസഭയ്ക്ക് പോയില്ല, നിനക്ക് പോയി. അപ്പം ദൈവം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നീ ഉണ്ടായിരിക്കണം. അവസാനം ദൈവം വിളിച്ച് ചോദിക്കില്ല, സുരേഷേ നീ എവിടെ? അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആദാമേ നീ എവിടെ എന്നാണ്. ആദാമേ നീ എവിടെ? അപ്പോൾ മിസ് ചെയ്യല്ല, ദൈവത്തിൻ്റെ ചലനം മിസ് ചെയ്യല്ല. അപ്പോൾ അബ്രഹാം താമസിച്ചത് കൂടാരങ്ങളാണ്. ലോത്ത് എവിടെയാണ് താമസിച്ചത്? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 3 വരെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 3 വരെ. ആ ദൂതന്മാർ വൈകുന്നേരത്ത്, വായിച്ച മക്കളെ, ആ ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുക ആയിരുന്നു. അതല്ലല്ലോ 19-ാം അധ്യായം 1 മുതൽ 3 വരെ അല്ലേ? സ്തോത്രം. പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരെ ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. അടുത്ത വാക്യം, യജമാനന്മാരെ വീട്ടിൽ വന്ന്. എവിടെ വന്ന്? കൂടാരത്തിലല്ല, പിന്നെ എവിടെയാണ്? വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാപ്പിൻ. അതികാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുമാം എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കുമെന്ന് ദൂതന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു. അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ എവിടെ പോയി പറഞ്ഞാട്ടെ? വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്തപ്പം ചുട്ടു ഭക്ഷണം കഴിച്ചു. അപ്പോൾ ലോത്തിന് പാപത്തിൻ്റെ പട്ടണത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ, ലോത്തിന് പാപത്തിൻ്റെ പട്ടണത്തിൽ എന്തോ ഉണ്ടായിരുന്നു? വീടുണ്ടായിരുന്നു. അവൻ കെട്ടിപ്പൊക്കിയതായ, പണിതുയർത്തിയതായ ഒരു വീട്ടിലാണ് ലോത്ത് പാർത്തത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, അബ്രഹാം ഏതിലാണ് പാർത്തത്? മറന്നില്ല, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. താങ്ക് യു. സ്തോത്രം. ലോത്ത് പാർത്തത് വീട്ടിലാണ് പാർത്തത്. അപ്പോൾ വീട് കിട്ടിയാൽ എന്ത് ചെയ്യും? സ്തോത്രം. സുരക്ഷിതത്വമായി, സ്ഥിരമായി സ്റ്റാഗ്നൻ്റായി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം, സ്റ്റാഗ്നൻ്റായി. പക്ഷെ കൂടാരങ്ങളിൽ പാർക്കുന്നവൻ സ്റ്റാഗ്നൻ്റ് അല്ല, മൂവ്മെൻ്റാണ്. ഗ്ലോറി. അബ്രഹാം കൂടാരം മാറ്റി അടിച്ച്. ലോത്ത് ആ കൂടാരങ്ങളിൽ തന്നെ പാർത്തു. ലോത്ത് ആ വീട്ടിൽ തന്നെ പാർത്തു. അവന് ഒരു വ്യത്യാസമില്ല, ആ വീട്ടിൽ തന്നെ പാർത്തു. ആരും മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ പറയാം, ലോത്ത് ആ വീട്ടിൽ തന്നെ പാർത്തു. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആ രാമയും പറഞ്ഞേ. ഒരു വ്യത്യാസമില്ല. 25 കൊല്ലമായി സ്നാനപ്പെട്ടിട്ട് ഒരു വ്യത്യാസമില്ല. വിശ്വാസി വന്നിട്ട് 35 വർഷമായി. ആ അന്യഭാഷയ്ക്ക് ഒരു വ്യത്യാസമില്ല, ആ പാട്ടിന് ഒരു വ്യത്യാസമില്ല. ഞാൻ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നല്ലൊരു റെക്കോർഡിങ് മെഷീനും കൂടെ ഞാൻ കൊണ്ടുവരും. വന്ന് ജനുവരിയിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഓഗസ്റ്റ് വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഡിസംബറിൽ വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഞാൻ നോക്കും ആ പ്രാർത്ഥനയ്ക്ക് വല്ല വ്യത്യാസമുണ്ടോ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമില്ലെങ്കിൽ ഞാൻ പറയും ഇനി പ്രാർത്ഥിക്കണ്ട, ഇതങ്ങ് പ്ലേ ബാക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഒരു വ്യത്യാസമില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഒരു കരുണാസമ്പന്നനായ കർത്താവേ, നീ അറിയുന്നല്ലോ കർത്താവേ, നീ കേശവദാസുപുരത്ത് ഇറങ്ങിയിട്ട് കർത്താവേ കുറച്ചിങ്ങോട്ട് നടക്കണം കർത്താവേ. ഇങ്ങോട്ട് നടക്കുമ്പോൾ വലതുവശത്തൊരു സെൻറ്റ് മേരീസ് കാണും കർത്താവേ. അങ്ങോട്ട് കയറല്ല കർത്താവേ, അവിടെ ഞാനില്ല കർത്താവേ.
കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണം കർത്താവേ. ഇടത്തോട്ടും വലത്തോട്ടും വഴിയുണ്ട് കർത്താവേ. നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാൻ തോന്നും കർത്താവേ. പോവല്ലേ കർത്താവേ. നീ നേരെ ഇവിടെ വരണം കർത്താവേ. ഇടതുവശത്തൊരു LIC ഉണ്ട് കർത്താവേ. ആ LICയുടെ ഓപ്പോസിറ്റ് ഏത് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് കർത്താവേ. നീ ലിഫ്റ്റിൽ അമർത്തണം കർത്താവേ. 6ാമത്തെ നിലയിൽ ഞാൻ ഇരിക്കും കർത്താവേ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അടുത്തിരിക്കുന്നത് തൊട്ട് പറ, ദൈവത്തിന് ട്യൂഷൻ എടുക്കല്ല. പറഞ്ഞാട്ടെ, ദൈവത്തിന് ട്യൂഷൻ എടുക്കുന്നതല്ല നിൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് ട്യൂഷൻ എടുക്കുന്നതല്ല. ദൈവാത്മാവിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ നോക്കി പറയുക, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. മോനെ, മാറി സഞ്ചരിക്കണം, മാറി വാക്കുകൾ പറയണം. ഇന്ന് മുതൽ നിർബന്ധമായി ദൈവസേന, ഞാൻ ആരെയും മുറിവേൽപ്പിക്കാനോ കുറ്റം പറയാനോ നിങ്ങളെ വിധിക്കാനോ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളെ പണിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിർബന്ധമായി ഞാൻ പറയണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറണം, എൻ്റെ പാട്ട് മാറണം, എൻ്റെ വേദപുസ്തക ശൈലി മാറണം. എന്നും ഇങ്ങനെ ഈ കണ്ണുപൊട്ടൻ ശിംശോൻ മാവ് പഠിച്ചതുപോലെ മിക്സി മിനിസ്ട്രി അല്ല ആത്മീയ ജീവിതം. ആട്ടുകൾ എക്സാക്ട്ലി അങ്ങനെ കറങ്ങി നിൽക്കുന്നതല്ല ആത്മീയം. പൊങ്ങിവാ മോനെ, പൊങ്ങിവാ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയുന്നു, നീ അനങ്ങാത്ത ഒരു സ്റ്റാഗ്നൻ്റായ വീട്ടിലല്ല പാർക്കേണ്ടത്. കൂടാരം മാറി മാറി അടിക്കണം. അവസ്ഥകൾ മാറണം, പ്രാർത്ഥനകൾ മാറണം, അന്യഭാഷ മാറണം, ആരാധന രീതികൾ മാറണം. പ്രൊഫറ്റിക്കായിരിക്കണം, പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച പോലെ ആകല്ല വരുന്ന ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച പോലെയല്ല വരുന്ന സഭായോഗ, ജനുവരി പോലെ ആകല്ല ഫെബ്രുവരി. മാറാൻ മനസ്സുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അപ്പോൾ മാറ്റണമേ. എൻ്റെ താഴ്വരയിൽ നിന്ന് എന്നെ മേലേക്ക് കൊണ്ടുപോകണമേ. എന്നെ താഴ്വരയിൽ നിന്ന് മേലേക്ക് കൊണ്ടുപോകണമേ. എനിക്ക് പോലും ഞാനൊരു അതിശയമാകണമേ. ഊറാബാഷേനിയാസിയ, ഞാൻ പോലും അറിയാതെ എന്നെ ഉപയോഗിക്കണം. ഞാൻ പോലും അറിയാത്ത ഉയരങ്ങളിൽ എന്നെ കൊണ്ടുപോകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂടാരത്തിൽ ഞാൻ സ്റ്റക്കായിരിക്കില്ല. എൻ്റെ ആത്മീയം ഒരിക്കലും എൻ്റെ രോമം എഴുന്നേറ്റാൽ ഞാൻ പറയാം, ഐ എം സോ എക്സൈറ്റഡ്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് ദൈവം ഈ ദിവസങ്ങളിൽ മറുപടി നൽകുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിചയിച്ചിട്ടില്ലാത്ത ആത്മതലങ്ങൾ കീഴടക്കുവാൻ ഹല്ലേലൂയ, നീ എന്നെ സഹായിക്കണമേ. സ്തോത്രം. ലോത്ത് പാർത്തത് അതേ വീട്ടിലായിരുന്നു. അബ്രഹാം പാർത്തത് സ്തോത്രം കൂടാരത്തിലായിരുന്നു. ദൂത് ഇതാണ് സ്തോത്രം. ലോത്ത് സ്റ്റാഗ്നൻ്റാണ്, അബ്രഹാം മൂവ്മെൻറ്റിലാണ്. ക്രൈസ്റ്റ് സെൻ്ററിൽ ദൈവം നിങ്ങളെ എത്തിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അവരുടെ രണ്ടുപേരും ഇരിപ്പൊന്ന് നോക്കിയാട്ടെ. ഈ 5ാമതായി സ്തോത്രം വരെ രണ്ടുപേരെയും ഇരിപ്പ്. 18:1 19:1, ഉൽപ്പത്തി 18:1 ഉൽപ്പത്തി 19:1. ഉൽപ്പത്തി 18:1 അബ്രഹാമിൻ്റെ ഇരിപ്പ്, 19:1 ലോത്തിൻ്റെ ഇരിപ്പ്. അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ആരാ? അബ്രഹാം എവിടെയാണ് ഇരുന്നത്? വൈക്കമനെ കൂടാരത്തിൻ്റെ വാതിക്കലാണ് അബ്രഹാം ഇരുന്നത്. കൂടാരത്തിലാണ് പാർക്കുന്നത്, കൂടാരത്തിലാണ് സാറയുള്ളത്. അപ്പോൾ മക്കളില്ലാത്ത കാലമാണ്. സ്തോത്രം. പക്ഷേ ഭാര്യയെ ബോറടിച്ച് 4 ചേച്ചിമാരെ കാണാൻ പുള്ളി കറങ്ങി നടന്നു എന്നൊന്നും തിരുവചനം പറയുന്നില്ല. നോക്കിയേ, അവൻ കൂടാരവാതിക്കലിരുന്നു. കൂടാരവാതിക്കൽ വേറെ ആരെയും കാണാനൊന്നുമില്ല, അവിടെ ഇരുന്ന് കൂടാരവാതിക്കലിരുന്നു. പക്ഷേ മറ്റേ പുള്ളി ലോത്ത് എവിടെയായിരുന്നു? 19:1 വായിച്ചേ. 19:1 ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. നമുക്ക് നേരത്തെ 3 ദൂതന്മാർ, ഇവിടെ എത്തിയപ്പോൾ എത്ര പേരായി? 2 ദൂതന്മാർ. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എതിരേറ്റ് ചെന്ന് ഓക്കെ. അപ്പോൾ ലോത്തിൻ്റെ ഇരിപ്പ് വന്ന് പട്ടണവാതിക്കൽ. അബ്രഹാം ഇരുന്നത് കൂടാരത്തിൻ്റെ വാതിക്കൽ, ലോത്ത് ഇരുന്നത് പട്ടണവാതിക്കൽ. അടുത്തിരിക്കുന്നവർ തൊട്ട് ചോദിക്കുക, എവിടെ ഇരിക്കുന്നു? ഇരിപ്പ് എവിടെയാ? ചോദിക്കുക, മോത്തോക്കി ചോദിക്കും, എവിടെ ഇരിക്കും? പട്ടണവാതിക്കലാണ് പലരുടെയും ഇരിപ്പ്. പട്ടണവാതിക്കൽ ഇരുന്നിട്ട് എന്തിയാക്കൂ സൂത്രം? പട്ടണവാതിക്കൽ ഇരുന്നിട്ട് ഈ കുന്ത്രാണ്ടം ഇതിനെങ്ങനെ ചരണ്ടി തോണ്ടി ആര് ചത്തു, ആര് ജീവിച്ചു, എവിടെ ജനനം നടന്നു, എവിടെ മരണം നടന്നു, അയാൾ എന്തു പറഞ്ഞു, ബോംബെയിൽ വിമാനം വീണു,
എന്തുകൊണ്ടത് പൊങ്ങിയില്ല? ആരൊക്കെ ചത്തു? എന്തൊക്കെ ചത്തു? കൈയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അപ്പോൾ തോണ്ടി സ്തോത്രം. അതിൻ്റെ പേരാണ് പട്ടണവാതിക്കലിരിക്കുകയെന്ന്. കൂടുതൽ ഇൻഫർമേഷൻ കണ്ടാണ് ഇരിക്കുന്നത്. ന്യൂസ് ചിലർക്ക് അഡിക്റ്റാണ്. മദ്യത്തിന് അഡിക്റ്റായിരിക്കുന്നത് പോലെ, ഡ്രഗ്സിന് അഡിക്റ്റായിരിക്കുന്നത് പോലെ ചിലർക്ക് ന്യൂസ് അഡിക്റ്റാണ്. യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ. നാട്ടിലെന്ത് നടക്കുന്നു എന്നല്ല നീ അറിയേണ്ടത്. സ്തോത്രം. കർത്താവ് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു, സ്മിത്ത് വിഗിൾസ് വീട്ടിൽ ആരെ കയറ്റത്തില്ലായിരുന്നു? എന്തിനു കയറ്റത്തില്ലായിരുന്നു? സ്മിത്ത് വിഗിൾസ്വർത്ത് വീട്ടിൽ ആരെ കയറ്റത്തില്ലായിരുന്നു? പേപ്പട്ടിയല്ല, കമോൺ, പേപ്പർ കയറ്റത്തില്ലായിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിനെ ദൈവം ഉപയോഗിച്ചു. പുള്ളി മരിച്ചിട്ട് അനേക വർഷമായി. പക്ഷേ ഇന്നും സ്മിത്ത് വിഗിൾസ്വർത്തിനെ സഭ സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അത്ര ഭയങ്കര വേർപാടിലായിരുന്നു പുള്ളി ജീവിച്ചത്. സ്തോത്രം. തൻ്റെ വീട്ടിനകത്ത് പേപ്പർ. ലെസ്റ്റർ സംറോൾ എന്ന് പറയുന്ന ചെറുക്കൻ ഒരു കയ്യിൽ സൂട്ട് കേസും മറ്റേ കയ്യിൽ കൊടയും കക്ഷത്തെ ന്യൂസ് പേപ്പറുമായി കയറി ചെന്നപ്പോൾ പറഞ്ഞു, ടേക്ക് ഇറ്റ് ഔട്ട്, ഐ വോണ്ട് പെർമിറ്റ് ഇറ്റ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എൻ്റെ സൂട്ട് കേസാണോ നിങ്ങളുടെ വീട്ടിൽ കയറ്റാത്തത്? പുള്ളി പറഞ്ഞു, നോ. സ്തോത്രം. എൻ്റെ കൊടയാണോ അകത്ത് കയറ്റാത്തത്? നോ. നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതിന് പുറത്ത് വെക്ക്. എന്നെ പുറത്ത് വെച്ചിട്ടാണ് ലെസ്റ്റർ സംറോളിനെ സ്മിത്ത് വിഗിൾസ്വർത്ത് വീട്ടിനകത്ത് കയറ്റിയത്. തൊട്ടടുത്ത അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മുസോളിനിയും ഹിറ്റ്ലറും നരകത്തിൽ തങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ അത്ര വലിയ വിശുദ്ധിയിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. സ്തോത്രം. ദൈവകൃപയാൽ പ്രയോജനപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. കർത്താവ് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ അത്രയും വില കൊടുത്ത് നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. ലോത്തിരുന്നത് പട്ടണവാതിക്കലാണ്. മണിക്കൂറോളം ടി വി കണ്ടാലും ഒരു കുഴപ്പമില്ല, ഉറക്കമില്ല. പക്ഷേ 2 അധ്യായം വായിച്ചാൽ മതി, ശതാബ്ദി പോകുന്നത് പോലെ അത് കൂർക്കം വലിച്ചുറങ്ങും. അതൊരു പോരാട്ടമാണ്, സംതിങ് പ്രോബ്ലം. സ്തോത്രം. അതെ, വീട്ടിലിരിക്കുകയും നാട്ടിൽ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ഉറക്കമില്ല, ഒന്നുമില്ല. പക്ഷേ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഉറക്കം, ചർച്ചിലിരിക്കുമ്പോൾ മാത്രം ഉറക്കം, വേറെ ഒരു കാര്യത്തിനും സ്തോത്രം മയക്കുമില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് എന്തോ പ്രോബ്ലമാണ്. ലോത്തിരുന്നത് സ്തോത്രം പട്ടണ വാതിക്കലാണ്, അബ്രഹാം ഇരുന്നത് കൂടാരവാതിക്കലാണ്. ഇന്നത്തോടെ നമ്മുടെ ഇരിപ്പ് ഒന്ന് മാറണം. ഇൻഫർമേഷനല്ല നമ്മൾ ജീവിക്കേണ്ടത്, റെവലേഷൻ പ്രാപിക്കാൻ വേണ്ടി ജീവിക്കണം. ആ കൂടാരവാതിക്കൽ അബ്രഹാം ഇരുന്നപ്പോൾ 3 ദൂതന്മാർ വന്നു. നിങ്ങൾക്കറിയാം, 18:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആ ദൂതന്മാർ വന്നു പറഞ്ഞു, നെക്സ്റ്റ് ഇയർ ബൈ ദ സെയിം ടൈം, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിങ്ങൾ 3 പേരായിരിക്കും. അവസ്ഥ മാറും. അതൊരു റെവലേഷനാണ്, അതൊരു വെളിപ്പാടാണ്, അതൊരു പ്രൊഫറ്റിക് മെസ്സേജാണ്. ഒന്ന് ഇരുന്ന് നോക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇരുന്ന് നോക്ക്. കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് നോക്കുമ്പോൾ നീ ഇൻഫർമേഷനിലല്ല ചലിക്കുന്നത്, പകരം കർത്താവിൻ്റെ കൃപയാൽ റെവലേഷനിലായിരിക്കും ചലിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 6ാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാം ഒരു വാരിയറായിരുന്നു. അബ്രഹാം മറ്റുള്ള ഒരാളിനെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അബ്രഹാമിന് വേറൊരാളിനെക്കുറിച്ച് ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അബ്രഹാം ഒരു വാരിയറായിരുന്നു. സ്തോത്രം. അബ്രഹാം ഒരു വാരിയറായിരുന്നു. എങ്ങനെ പറവാൻ കഴിയും? ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അബ്രഹാമിന് സ്തോത്രം അവനൊരു യോദ്ധാവായതുകൊണ്ട് തൻ്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായി 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അടുത്ത വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവിടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമേശിക്കിൻ്റെ ഇടത് ഭാഗത്തുള്ള ഹോബാ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെ ആര് മടക്കി കൊണ്ടുവന്നു? അബ്രഹാം മടക്കി കൊണ്ടുവന്നു. സ്തോത്രം. അതിനർത്ഥം അവനൊരു വാരിയറായിരുന്നു. അത് ഭൗതികത്തിൽ എനിക്ക് പറയാനുണ്ട്, ആത്മീയത്തിലും പറയാനുണ്ട്. അബ്രഹാം ആരായിരുന്നു? അബ്രഹാം ഒരു സ്തോത്രം വാരിയറായിരുന്നു, അഥവാ ഒരു യോദ്ധാവാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാൽ ഒരു യോദ്ധാവാണ്. ഫിസിക്കൽ വാറിൽ സ്തോത്രം അബ്രഹാം നിന്നു. 14-ാം അധ്യായത്തിൽ ഫിസിക്കൽ വാറിൽ അബ്രഹാം നിന്നു. 18-ാം അധ്യായത്തിൽ സ്പിരിച്വൽ വാറിൽ അബ്രഹാം നിന്നു. യോദ്ധാവായിരുന്നു. 18-ാം അധ്യായത്തിൽ അബ്രഹാം സ്പിരിച്വൽ വാറിൽ നിന്നു. എങ്ങനെ പറയാൻ കഴിയും? 18-ാം അധ്യായം 22 മുതൽ 33 വരെ വായിക്കുമ്പോൾ സോദോമിനെയും ഗോമേരയും ദൈവം നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. സോദോമിനെയും ഗോമേരയും നശിപ്പിക്കാൻ പോകുന്നത് ദൈവം അവനോട് പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞതായ സമയത്ത് സ്തോത്രം, അതെ, ദൈവം അവനോട് പറഞ്ഞതായ സമയത്ത് ഉടനെ അബ്രഹാം അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ട് വില പേശാൻ തുടങ്ങി. 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ?
40 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ എന്ന് പറഞ്ഞ് അബ്രഹാം അങ്ങോട്ട് വിലപേശാൻ തുടങ്ങി. ദൈവത്തോട് വിലപേശാൻ ആരെങ്കിലും ഉണ്ടോ? രാത്രി പട്ടണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപേശാൻ ആരെങ്കിലും ഉണ്ടോ? യെസ് 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 യെസ്. പട്ടണത്തിന് വേണ്ടി വിലപേശാൻ ആരെങ്കിലും ഉണ്ടോ? വിലപേശാൻ ആരെങ്കിലും ഉണ്ടോ? വിലപേശാൻ ആരെങ്കിലും ഉണ്ടോ? നിൻ്റെ വീട്ടിൽ പലത് ജീവിച്ചിരിക്കുന്നത് നീ മുട്ടുമേൽ നിന്ന് വിലപേശിയത് കൊണ്ടാണ്. നിൻ്റെ വീട്ടിൽ എണ്ണത്തിൽ പലരെ കുറയാത്തത്, ചർച്ചിനെ ദൈവത്തിടത്തോളം സംരക്ഷിക്കുന്നത്, ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കുറച്ച് പേരെ ഉള്ളത് കൊണ്ടാണ്. കമാൺ, ശബ്ദമുയർത്തി ആരാധിച്ചു മക്കളെ, ശബ്ദമുയർത്തി ആരാധിച്ചു, ശബ്ദമുയർത്തി ആരാധിച്ചു, ശബ്ദമുയർത്തി ആരാധിച്ചു, ശബ്ദമുയർത്തി ആരാധിച്ചു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അതാരുടെയോ മിടുക്കല്ല, ആരെയോ മിടുക്കല്ല. ഈ ഈ ഈ ഈ ഈ സഭയാം കൂടാരത്തിന് അകത്ത് കയറുമ്പോൾ ഇതിനകത്ത് കുറുപ്രാവിനെ പോലെ കുറുകുന്ന കുറേ സഹോദരിമാരുടെ, അമ്മമാരുടെ, ചില ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്. ലോത്തേ നിൻ്റെ കാലിന് ബലമുള്ളത് കൊണ്ട്, നിൻ്റെ കാലിന് വേഗത ഉള്ളത് കൊണ്ടല്ല നീ രക്ഷപ്പെട്ടത്. ലോത്തേ നിൻ്റെ കാലിന് ബലമുള്ളത് കൊണ്ടല്ല നീ സോവർ വരെ അത് ഓടി രക്ഷപ്പെട്ടത്. ആ തീയിൽ നിന്ന് നീ രക്ഷപ്പെട്ടത്, ഓപ്പറേഷനിൽ നിന്ന് രക്ഷപ്പെട്ട, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട, ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിനക്ക് വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രേയറിയേഴ്സ് എത്രയും പെട്ടെന്ന് വിളിച്ചു കൂട്ടണം. കർത്താവിൻ്റെ സന്നിധിയിൽ അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കേട്ടോ? രാമയം പറഞ്ഞേ സഹോദരിമാരെല്ലാം ലീഡർഷിപ്പ് ആമേൻ പറ. യേശുവിൻ്റെ നാമത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം സ്തോത്രം, ഞാൻ ഉൾപ്പെടെയുള്ള പലരെ ദൈവകൃപയിൽ ഈ പച്ചയിലും പുഷ്ടിയിലും കൃപയിലും നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 2 കാലിൽ ഈ പച്ചയിലും പുഷ്ടിയിലും നിൽക്കുന്ന ആരൊക്കെയോ നമുക്ക് വേണ്ടി മുട്ടുമേ നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. സോ അബ്രഹാമിന് ലോത്തിനെ കുറിച്ച് 2 പ്രാവശ്യം ആ ബേർഡൻ വെളിപ്പെട്ടു. 2 പ്രാവശ്യം. ഒന്ന് ഫിസിക്കലിയും വെളിപ്പെട്ടു, മറ്റൊന്ന് സ്പിരിച്വലിയും വെളിപ്പെട്ടു. ഒന്ന് അന്യ രാജാക്കന്മാരുടെ മുൻപിൽ നിന്ന് 318 അഭ്യാസികളുമായി പോയി ഫിസിക്കലി അവൻ പൊരുതി. ഇവിടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. അതുകൊണ്ടാണ് ലോത്ത് ജീവനോടെ ഇരുന്നത്. ഇല്ലേ ലോത്ത് പണ്ടേ തീരണമായിരുന്നു. ഒന്നുകിൽ അന്യ ജാതിയിൽപ്പെട്ട രാജാക്കന്മാരുടെ വാളിൽ തീരണമായിരുന്നു ലോത്ത്, ഇല്ലെങ്കിൽ സ്തോത്രം സോദോമിലും ഗോമേറയിലും ഇറങ്ങിയ തീയിൽ തീരണമായിരുന്നു. പക്ഷേ സ്തോത്രം താൻ രക്ഷപ്പെട്ടത് സ്തോത്രം അബ്രഹാം എന്ന ആ ദൈവദാസൻ്റെ സ്തോത്രം അതെ ആ ഫൈറ്റ് അഥവാ തൻ്റെ പോരാട്ട വീര്യം കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥനയിൽ താൻ പൊരുതി, രണ്ടാമത് ഫിസിക്കലി സ്തോത്രം ഭൗതികത്തിലും താൻ ദൈവകൃപയാൽ പൊരുതി. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതായ കാര്യം അബ്രഹാം പൊരുതി രക്ഷപ്പെടുത്തി ആദ്യം പുറത്തു വന്നു. രണ്ടാമത് വീണ്ടും സ്തോത്രം അബ്രഹാം ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ലോത്ത് പുറത്തു വന്നു. ഈ ലോത്ത് പുറത്തു വന്നു, പക്ഷേ ലോത്ത് ഒരിക്കൽ പോലും അബ്രഹാമിനോട് നന്ദി പറഞ്ഞില്ല. 10 മിനിറ്റ് ഞാൻ ലേറ്റായി, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ പോലും ലോത്ത് എന്ത് പറഞ്ഞില്ല? നന്ദി പറഞ്ഞില്ല. നന്ദിയില്ലാത്ത ജനത്തിന് വേണ്ടിയാണ് സ്തോത്രം നീ പ്രാർത്ഥിക്കുന്നത്. നന്ദിയില്ലാത്ത ജനത്തിന് വേണ്ടിയാണ് നീ സൂക്ഷിക്കുന്നത്. പക്ഷേ എന്നാലും നിൻ്റെ പ്രാർത്ഥന സൈഡിൽ ഞാൻ പറയട്ടെ നന്ദി പ്രതീക്ഷിച്ചല്ല നീ ചെയ്യേണ്ടത് തമ്പുരാനെ നോക്കിയാണ് നീ ചെയ്യേണ്ടത്. അയ്യോ അവരെ എന്നെ കരുതിയില്ല, അവരെന്നെ നോക്കിയില്ല, മറ്റേ ഇതില്ല. നോ. ശുശ്രൂഷയാണോ മക്കളെ? ശുശ്രൂഷ തമ്പുരാൻ്റെ മുഖം നോക്കിയാണ് ചെയ്യേണ്ടത്. അല്ല വല്ലവൻ്റെ പോക്കറ്റും വല്ലവൻ്റെയും മരമോന്തായോ നോക്കി ചെയ്യേണ്ടതല്ല. ഐ എം സോറി, തിരുവനന്തപുരം മലയാളമായിപ്പോയി. സ്തോത്രം. അതേ നോക്ക്, വല്ലവൻ്റെ മുഖഭാവവും വല്ലവൻ്റെയും പോക്കറ്റും വല്ലവൻ്റെയും അവസ്ഥ നോക്കിയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഫൈനലി ഞാൻ പറയട്ടെ, ഒത്തിരി നേരമായി അവർ ആറ്റിറ്റ്യൂഡ് മസ്റ്റ് ബി ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദിയുള്ളവരായി നടക്കണം. നന്ദിയുള്ളവരെന്നാണ്. ഇവിടെ ആരുണ്ട് എന്ന് പറഞ്ഞാൽ തലക്കനത്തിലല്ല നടക്കേണ്ടത്. അല്പം നട്ടിലൊക്കെ വളച്ച്, അയ്യോ ആൻറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ, സഹോദര നിങ്ങൾ എന്നെ കരുതുന്നല്ലേ, അല്ലെങ്കിൽ ബിൽഡിംഗ് ഫണ്ട് കൊടുത്തല്ലേ, അല്ലെങ്കിൽ ദശാംശം കൊടുത്തല്ലേ, സ്തോത്രകാഴ്ച കൊടുത്തല്ലേ, താങ്ക് യു എന്ന് പറഞ്ഞ് അല്പം നന്ദിയോടെ തല കുനിച്ച് അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്കൻഡ് ടൈമിൻ്റെ സത്യപ്രതിജ്ഞ ലൈവിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രസംഗം കിട്ടി. പിണറായി വിജയൻ സഖാവിൻ്റെ 2ാമത്തെ സ്തോത്രം അതേ സത്യപ്രതിജ്ഞയിൽ എനിക്കൊരു പ്രസംഗം കിട്ടി. പുള്ളിയുണ്ടല്ലോ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്നതിന് മുമ്പ് അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഗവർണർ സത്യവാചകം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് പിണറായി വിജയനാകുന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന പുള്ളിക്ക് പറഞ്ഞു കയറ്റാൽ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ പാവം പുള്ളി
അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാ കക്ഷി നേതാക്കന്മാരുണ്ടായിരുന്നു, ശൈലജ ടീച്ചറുണ്ടായിരുന്നു, എല്ലാവരുടെ അടുക്കലേക്ക് ആ പന്തൽ മൊത്തം നടന്നു. റിയലി ഞാൻ കണ്ടതാണ്. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ പന്തൽ മൊത്തം നടന്ന് എല്ലാവരും മുഖത്ത് നോക്കി തലകുലുക്കി. അർത്ഥം ഇതാണ്, ചെയ്യട്ടെ 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 ചെയ്യട്ടെ. അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ആറ്റിറ്റ്യൂഡ്. അർത്ഥം ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം. ഞാൻ ഈ രീതിയിലായത്, ഞാൻ ഈ ലെവലിലെത്തിയത് ദൈവം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിമിത്തമാണ്. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ടേ, കാണണേ ഇടയ്ക്കിടയ്ക്ക്. സ്തോത്രം, ഞാൻ ഈ രീതിയിലായത് എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെപ്പോലെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ദൈവമക്കളുടെ കൈത്താക്കൽ കൊണ്ട്. സ്തോത്രം പറ കുട്ടി, ധൈര്യമായിട്ട് സ്തോത്രം പറ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളും തിരിച്ചു പറയും, നല്ല ദൂതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കും പറവാൻ തക്കണം കഴിയും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് കഴിഞ്ഞാൽ അടുത്ത് ദൈവത്തിൻ്റെ ജനമാണ്. എടാ ലോത്തേ, ദൈവമായിരുന്നു സ്തോത്രം അബ്രഹാമിൻ്റെ ഹൃദയത്തെ ഇൻസ്പയർ ചെയ്തെങ്കിലും ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കാം, കർത്താവിന് മാത്രം മഹത്വം. അത് മതമാണ്. ദൈവത്തിന് മാത്രമേ ഞങ്ങൾ മഹത്വം കൊടുക്കത്തുള്ളൂ, എല്ലാം അതുമാത്രം. അപ്പോൾ ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്ത് ബാക്കിയുള്ള എല്ലാവരെയും സ്ലോട്ടർ ചെയ്യുന്നത് അല്ല. സ്തോത്രം. ഹല്ലേലൂയ. കാണാത്തവനായ ദൈവമുണ്ട്, കാണുന്ന മണ്ഡലത്തിൽ ദൈവ മക്കളുമുണ്ട്. കാണാത്തവനായ ദൈവം നൂലേക്കട്ടിയല്ല ഇറക്കുന്നത്. കാണാത്തവനായ ദൈവം നൂലേക്കട്ടിയല്ല ഇറക്കുക, ദൈവ മക്കളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം പറ. ഇഷ്ടമില്ലാത്ത എല്ലാവരും വീട്ടിൽ പോ. ഹല്ലേലൂയ. ലോത്ത് ഒരു നന്ദി പോലും അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ എന്ന് വിചാരിച്ച അബ്രഹാമിന് വല്ല നഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. ദൈവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. ബൈബിൾ അതാ പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ മടിക്കരുത്, നന്മ ചെയ്തതിൽ മടിക്കല്ല. അവസാനമായി 7ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, when God said something to Abraham, always he said yes. ആ യെസ് ഞാൻ ക്യാപിറ്റലിലാണ് എഴുതിയത്. സ്തോത്രം. അതെ, അബ്രഹാമിനോട് ദൈവം സ്തോത്രം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഉടനെ അബ്രഹാം അത് ചെയ്തു, ഉടൻ ചെയ്തു. പക്ഷെ ലോത്തിനോട്, എടാ നീ ചത്തുവോടാ, എടാ ലോത്തേ ചത്തുവോടാ, തീ വരുന്നടാ, ഗന്ധകം വരുന്നടാ, ഓടാ, എടാ ലോത്തേ പെട്ടെന്ന് ഓടിപ്പോടാ എന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 19:16 അവൻ പുറത്ത് വരാൻ പെട്ട ഒരു പാടുണ്ട്. ചിലർ സഹായത്തിന് വരുന്നത് പോലെ, നോക്ക്. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുക. ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രന്മാരെ കൈക്ക് പിടിച്ചു. ദൈവത്തിൻ്റെ വരെ നോക്കുക. ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഞാൻ വിചാരിക്കും പകുതി വെന്ത് വന്നാൽ മതി, ഒരു സൈഡ് വെന്തോട്ടെ, കുഴപ്പമില്ല, കാരണം എന്തിനാ ലേറ്റായത് എന്ന് പറയുമായിരുന്നു. പക്ഷേ ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ആ പുരുഷന്മാർ അവനെയും അവൻ്റെ ഭാര്യയും 2 പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ട്. ഇവനെല്ലാം ഡിലേ ആണ്, ഇവനെല്ലാം താമസിച്ച് വരുന്നത്. എല്ലാ കാര്യത്തിലും ഉറക്കൊണിക്കുന്നത് താമസിച്ചാണ്, ബെഡ് കോഫി കുടിക്കുന്നത് താമസിച്ചാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് താമസിച്ചാണ്, അവൻ്റെ പഠിത്തം താമസിച്ചാണ്, ജയിക്കുന്നത് താമസിച്ചാണ്, ജോലി കിട്ടുന്നത് താമസിച്ചാണ്, കല്യാണം കഴിക്കുന്നത് താമസിച്ചാണ്, മക്കളുണ്ടാകുന്നത് താമസിച്ചാണ്, മീറ്റിങ്ങിന് വരുന്നതും. ഞാൻ പറയത്തില്ല, നിങ്ങളാ പറഞ്ഞേ. സ്തോത്രം. പക്ഷേ അബ്രഹാം എങ്ങനെയല്ല. അബ്രഹാം എന്തേലും ഒരു കാര്യം പറഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, സ്തോത്രം, സഡൻ, ഉടൻ എന്ന് വേണേ പറയാം. 12-ാം അധ്യായം 2-ാം വാക്യം, 12:1 വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്താണെന്നല്ല നമ്മൾ വായിച്ചതാണ്. നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകുക. കർത്താവെ സൂക്ഷിച്ച് സംസാരിക്കണം. കർത്താവെ, അബ്രഹാം പറഞ്ഞില്ല, കർത്താവെ സൂക്ഷിച്ച് സംസാരിക്കും. ഞാനിവിടെ സെറ്റിൽ ചെയ്ത് എൻ്റെ അപ്പനും ഞങ്ങൾ ട്രഡീഷണലി പാരമ്പര്യമായിട്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുക, ഇവിടെ നിന്ന് ഊരാൻ പറയുന്ന കർത്താവെ ക്രൂരതയാണ്, ഒന്നും പറഞ്ഞില്ല. ഇവിടെ നൂരുന്ന പ്രയാസമാണെന്ന് പറഞ്ഞില്ല. കർത്താവ് എവിടേക്കാണ് പോകുന്നത്? ഗൂഗിൾ മാപ്പ് ഒന്ന് അയച്ച കർത്താവ്, ലൊക്കേഷൻ ഒന്ന് അയക്ക്, ലൊക്കേഷൻ അയക്കുക കർത്താവെ. അബ്രഹാം പറഞ്ഞില്ല, ഒരു ഒഴിവും പറഞ്ഞില്ല. ഓക്കെ ആയിക്കോട്ടെ. എപ്പോഴും അവന് യെസ് ആയിരുന്നു. കേട്ടിരിക്കല്ലേ, ഡിലേ ഇല്ല, നോ ഇല്ലേ ഇല്ല. ദൈവം എന്ത് പറഞ്ഞാലും നോ ഇല്ലേ ഇല്ല. പക്ഷേ സഹായിക്കണേ, നോ ഇല്ലേ ഇല്ല, ഡിലേ ഇല്ല. എന്ത് പറഞ്ഞാലും ഉടനെ ചെയ്യും. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ
പറ ഒരു ഡിലേ ഇല്ല. നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് മൂര്യമലയിൽ കൊണ്ടുപോയി ഹോമയ ഓക്കെ ആയിക്കോട്ടെ കർത്താവേ, ഇതാ പുറപ്പെട്ടു. ഒരു കമ്മിറ്റിയുടെ അടുത്തും ചോദിച്ചില്ല, ബന്ധുക്കളുടെ അടുത്തും ചോദിച്ചില്ല, പെണ്ണുമ്പിള്ളയുടെ അടുത്തും ചോദിച്ചില്ല, സാറേ അടുത്ത് ചോദിച്ചില്ല. കാരണം അബ്രഹാമിനെ അറിയാം, സാറേ അടുത്ത് പറഞ്ഞാൽ യോബിൻ്റെ ഭാര്യയുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടവളായിരിക്കും ചിലപ്പോൾ തൻ്റെ ഭാര്യ. ഓ കമാൺ, അതറിയണമെങ്കിൽ വീട്ടിൽ ചെന്ന് യോബിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ട് ഇത് നടക്കത്തില്ല, ഈ ആരാധന നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് പുള്ളി ആരാധന മുടക്കിയായ ഭാര്യയടുത്ത് ചോദിച്ചില്ല. സ്തോത്രം. പറഞ്ഞവൻ ദൈവമാണെങ്കിൽ പരിപാലിക്കാനും ദൈവം ശക്തനാണ്. കമാൺ, പറഞ്ഞവൻ ദൈവമാണെങ്കിൽ പരിപാലിക്കാനും ദൈവമാണ്. സോ ദൈവം എന്ത് പറഞ്ഞോ ഒട്ടനി അത് ചെയ്തു. ഞാൻ നിർത്തി. ദൈവം എന്ത് പറഞ്ഞോ അതുകൊണ്ട് സ്തോത്രം ദൈവം അവനെ നടത്തി. ലോത്തിൻ്റെ കാലം വല്ലാത്ത കാലമാണ്. പക്ഷെ അതിൻ്റെ നടുവിലും നീതിയിൽ, കൃപയിൽ, വിശുദ്ധിയിൽ, അനുഗ്രഹത്തിൽ നിന്ന ഒരു അബ്രഹാം നിന്നതുപോലെ ഇതൊരു വല്ലാത്ത കാലമാണ്. ചർച്ച ചെയ്ത് ലോകമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിന്മേൽ പാപവും, ഹൃദയ കാഠിന്യവും, ദൈവസ്നേഹമില്ലാതെ, ദൈവഭയമില്ലാതെ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോകുന്ന വല്ലാത്ത കാലഘട്ടമാണ് ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ അവിടെയും സ്തോത്രം ലോത്തിൻ്റെ കാലത്ത് ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. 2026 പറയണം, ഒരു അബ്രഹാമിൻ്റെ ക്ലബ്ബിൽ ജീവിക്കുന്ന ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ 4 ടൈറ്റിലാണ്, 4 തൂണുകൾ പോലെ അബ്രഹാമിനെ കുറിച്ച് തിരുവചനം പറയുന്നത്. ദൈവം അവന് കൊടുത്ത 4 ടൈറ്റിലുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്പർ 1, ഒന്ന് ഹി വാസ് ദ ഫാദർ ഓഫ് ഫെയ്ത്ത്. ഒന്ന് വിശ്വാസികളുടെ പിതാവായിരുന്നു. നിങ്ങളെല്ലാം പൂട്ടി വെച്ചോ, ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾ തീർത്തി. ഒന്ന് സ്തോത്രം, അവൻ വിശ്വാസികളുടെ പിതാവാണ്. ആര്? അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. റോമർ 4:11 മുതൽ 16 വരെ എല്ലാവർക്കും അറിയാം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവ്. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി റോമർ 4:11 പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നീതി കണപ്പെടാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായി തീരേണ്ടതിനും അപ്പോൾ അബ്രഹാം, ആ വാക്യം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ 16-ാം വാക്യം വരെ വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരാണ്? വിശ്വാസികളുടെ പിതാവ്, അവൻ എല്ലാവർക്കും പിതാവ്. നമ്പർ 1. നമ്പർ 2, അവൻ പ്രവാചകനാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-17 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം സ്തോത്രം. അതെ, ഉൽപ്പത്തി പുസ്തകം, ഞാനെന്തോ പറഞ്ഞേ, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം സ്തോത്രം. അതെ, അതിൻ്റെ 6-7 ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. 6-7 വാക്യങ്ങൾ. 7-ാം വാക്യം തന്നവനെ, 7-ാം വാക്യം സ്തോത്രം. യെസ്. ഇപ്പോൾ ആ പുരുഷൻ അവൻ്റെ ഭാര്യ മടക്കി കൊടുക്കുക, അവൻ ഒരു പ്രവാചകൻ. രാജാവ് പറയുകയാണ്, അവൻ ആരാണ്? അവനൊരു പ്രവാചകൻ. രണ്ടാമത് അവനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അവൻ പ്രവാചകൻ. ഉൽപ്പത്തി പുസ്തകം തന്നെ 23:16 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 23:16. ഉൽപ്പത്തി 23:16. അബ്രഹാം എഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു. ഹെറേത്യർക്കൾക്ക് എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളിശേക്കൽ 450 അവന് തൂക്കിക്കൊടുത്തു. അവിടെ അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രഭുവായിരിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിൽ പ്രഭുവായിരിക്കുന്നു. എൻ്റെ പ്രോബ്ലം ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്ത് ഇത് മിക്കവാറും എടുക്കുന്നത്. സ്തോത്രം. അതെ, നീ ഞങ്ങളുടെ മധ്യത്തിൽ ആരായിരിക്കുന്നു? യു ആർ ലൈക്ക് എ പ്രിൻസ്. നീ ഞങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രഭുവിനെ പോലെ ആയിരിക്കുന്നു. വീട്ടിൽ പോയി നിങ്ങൾക്ക് സ്തോത്രം അതെ എടുപ്പാൻ കഴിയും. മൂന്നാമതായി അബ്രഹാമിനെക്കുറിച്ച് ജാതികൾ പറയുന്ന ഒരു സാക്ഷ്യമാണ്, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രിൻസാണ്, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രഭുവാണ്, നീ ഞങ്ങളുടെ മധ്യത്തിൽ പ്രഭുവാണ്. ആ പ്രഭു ഉള്ളത് കൊണ്ടാണ് നടപ്പുള്ളതായ ആ സ്തോത്രം വെള്ളി അവനതാ അതെ തൂക്കിക്കൊടുത്തത്. 6-ാം വാക്യം 23:6. 23:6. ഞാൻ ഈ 6 എന്ന് എഴുതിയതിന് പകരം ഒരു 1 കൂടെ ഇപ്പുറത്തിട്ടു, അപ്പോൾ അത് 16 ആയി. ഐ എം സോറി. സ്തോത്രം. ആരും പെർഫെക്റ്റ് അല്ല. ഐ എം സോറി. സ്തോത്രം. 16 ഇട്ടു. 6-ാം വാക്യമാണ് ഉൽപ്പത്തി 23:6. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. അപ്പോൾ ഒന്നാമത് നീ ആരാണ്? വിശ്വാസികളുടെ പിതാവാണ്. രണ്ടാമത് നീ ഒരു പ്രവാചകനാണ്. 3, നീ ഒരു പ്രഭുവാകുന്നു. ഒരിക്കൽ കൂടെ 23:6 എന്തോ എഴുതിയിരിക്കുന്നത്? 23:6 ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. അതാണ് കാര്യം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ പ്രഭു? ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രഭു. 4-മതായി അവസാനമായി സ്തോത്രം. യെശയ്യാ 41:8, യാക്കോബ് 2:23, 2 ദിനവൃത്താന്തം 20:7. ഫ്രണ്ട് ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നു. നീ ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നു. നീ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ടൈറ്റിൽ അതാണ്, നീ ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നു. നീ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു കാര്യമുണ്ടെങ്കിൽ
ദൈവം അവനെ അറിയിച്ചിരിക്കും. കരുവാ. ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം സ്നേഹമാകുന്നു. സ്നേഹം സംസാരിക്കും. ഒരിക്കൽ കൂടെ, ദൈവം സ്നേഹമാകുന്നു, സ്നേഹം സംസാരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചലനം ആർക്കറിയാം? ഭൂമിയിൽ പാർക്കുന്ന അബ്രഹാമിന് അറിയാം. ദൈവത്തിൻ്റെ ചലനം. സൊദോം ഗൊമോരയെ നശിപ്പിക്കാൻ പോകുന്ന ദൈവം എന്ന് പറഞ്ഞില്ലേ? ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ കയറിക്കൊള്ളണം. ഇന്ന് രാത്രി വീട്ടിൽ ദൈവത്തിൻ്റെ സനെ മുട്ടുമടക്കിയിരുന്ന് ഓലോല കണ്ണുനീരൊഴുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ പ്രാപിക്കുന്ന ഒരു സ്നേഹിതനായി, പദ്ധതികളെ പ്രാപിക്കുന്ന ഒരു സ്നേഹിതയായി ദൈവകൃപയിലായിരിക്കണം. എഴുന്നേറ്റ് നിന്ന് മക്കളെ. സ്തോത്രം. 4 പില്ലറുകൾ ഞാൻ പറഞ്ഞു. ഫാദർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ പിതാവ്. നീ ഒരു പ്രവാചകൻ. 23:6 വായിക്കുമ്പോൾ അതെ, നീ ഒരു ദൈവത്തിൻ്റെ പ്രഭു, ദൈവത്തിൻ്റെ സ്നേഹിതൻ. വിശ്വാസികൾക്ക് പിതാവ്. അനേകർക്ക് നിങ്ങൾ പിതാവാണ്, അനേകർക്ക് നിങ്ങൾ മാതാവാണ്. 2, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ പ്രവാചികളാണ്. ദൂതുകൾ പ്രാപിക്കുന്നവരായി നിങ്ങൾ പ്രവാചകനാണ്, പ്രവാചികയാണ്. നമ്പർ 3, ദൈവത്തിൻ്റെ പ്രഭുവാണ്. ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഒത്തിരി ആയിരക്കണക്കിന്, 10,000-കണക്കിന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പ്രഭുവാണ്. നമ്പർ 4, ദൈവത്തിൻ്റെ ചലനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടു? നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലംസോ, നോഹയുടെ കാലത്തുണ്ടായിരുന്ന പാപമോ, നോഹയുടെ കാലത്തുള്ളതായ അശുദ്ധിയല്ല ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതെല്ലാം ഒരു വശത്തുണ്ട്. സൊദോമുണ്ട്, ഗൊമോരയുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മറുവശത്ത് എന്തുകൊണ്ട് മോനെ? മറുവശത്ത് നീതിയോടെ ജീവിച്ച, വിശ്വാസത്തോടെ ജീവിച്ച, നീതിയോടെ ജീവിച്ച ഒരു അബ്രഹാമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ. ലോകം ശരിയല്ല, UN ശരിയല്ല, അമേരിക്ക ശരിയല്ല, യൂറോപ്പ് ശരിയല്ല, ആ പാസ്റ്റർ ശരിയല്ല, ആ സംഘടന ശരിയല്ല. നോ, പഴിചാരി ജീവിക്കല്ല. അവരെല്ലാം അങ്ങനെ ആകട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അശുദ്ധന അഴുക്കാടട്ടെ. പക്ഷേ അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കി ഞാൻ ജീവിക്കും. ലോത്ത് ജീവിച്ചത് അബ്രഹാമിനെ നോക്കിയാണ്. വല്ലവരെ നോക്കി ജീവിക്കുന്നത് നിർത്ത്. വല്ലവനെ നോക്കി ജീവിച്ച് വഴിതെറ്റാതെ, വല്ലവനെ നോക്കി ജീവിക്കാതെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കി ദൈവകൃപയാൽ ജീവിച്ചാട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസകർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ലോത്തിൻ്റെ കാലം പോലെ അശുദ്ധി കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ, വിശുദ്ധിയിലും പരമാർത്ഥതയിലും ദൈവകൃപയാൽ ജീവിപ്പാൻ, ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവരായി കാണപ്പെടുവാൻ, ദൈവഭയത്തിൽ ജീവിപ്പാൻ അടിയങ്ങളുടെ ജീവിതത്തെ കർത്താവെ അവിടുന്ന് സൂക്ഷിക്കുവാൻ ഗുണം അങ്ങ് കൃപ ചെയ്യുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിഞ്ഞും അങ്ങേ അനുഭവിച്ചും ജീവിപ്പാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യും. നല്ല നിലത്ത് വീണതായ വിത്തുകൾ പോലെ ദൈവകൃപയിൽ ഈ വചനം നിൻ്റെ ജനത്തിന് അനുഗ്രഹമാകട്ടെ. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചയക്കുന്നു. അനുഗ്രഹമാക്കും. ദൈവകൃപ കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.